ടെൻഷൻ കൊണ്ടല്ലാതെ അള്ളാഹു പൊറുക്കാത്ത ചില തെറ്റുകളുണ്ടെന്ന്. ചില തെറ്റുകൾ പുറത്തിറങ്ങണമെങ്കിൽ മക്കളെ ചൊല്ലിയുള്ള ടെൻഷൻ കൊണ്ട് തന്നെ പൊറുക്കുള്ളൂ. അവർ കെട്ടിച്ചയക്കാൻ ടെൻഷൻ ഉണ്ടാവും, സ്കൂളിൽ പ്രോപ്പർ അഡ്മിഷൻ കിട്ടിയിട്ടില്ല അങ്ങനെ ഉണ്ടാവും, കള്ളുപിടിച്ച് വരുന്ന മക്കളുണ്ടാവും. ഇങ്ങനെ തുടങ്ങി മക്കളെ ചൊല്ലിയുള്ള ഈ ടെൻഷനുകൾ കാരണം അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്, ചില തെറ്റുകൾ അതുകൊണ്ടേ പുറത്തിരുള്ളൂ. അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകട്ടെ. ശുറൈഹ് അൽ ഖാദി എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ വലിയ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു, വലിയ ബുദ്ധിമാനിയായിരുന്നു അല്ലാമ ശുറൈഹ് അൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഇമാം ശഅബിയെ കണ്ടുമുട്ടിയപ്പോ ശഅബി ഇമാം ചോദിച്ചു, എന്താണ് ശുറൈഹ് എന്നവരെ നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ എന്താണ് അവസ്ഥ, എന്താണ് ഇപ്പൊ വീട്ടിലെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മിൻ 20 ആമൻ 20 വർഷമായി ലം അറ മാ യുഗ്ദിബുനി മിൻ അഹ്ലി, എന്റെ കുടുംബം എന്റെ ഭാര്യ 20 വർഷമായി ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. 20 കൊല്ലായിട്ട്, 2 മാസത്തിനിടക്കല്ല, 20 കൊല്ലത്തിനിടക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന ഒന്നും എന്റെ ഭാര്യ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ആര്? മഹാനായ ശുറൈഹ് അൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ ശിബ്ലി തങ്ങൾ ചോദിച്ചു, ശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ വല്ലാതെ നാവ് നീളമുള്ള പെണ്ണായിരുന്നു, വീട് ഭരിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ആ ഭാര്യ ഇറച്ചി കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തയച്ചതാ. ശിബ്ലി ഇമാമിന്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു. പിന്നെ പൈസ കളയരുത് കേട്ടോ, ഇറച്ചി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചതാ. അങ്ങനെ ഇറച്ചി കൊണ്ടുവരുമ്പോ അന്നൊന്നും പാക്കിംഗ് ഇല്ലല്ലോ. അപ്പൊ ഇറച്ചി ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്ന ഇടയിൽ ഒരു കഴുകൻ വന്നിട്ട് എന്ത് ചെയ്തു, എടുത്തു കൊണ്ടുപോകും. ഇനി എങ്ങനെ പെരയ്ക്കുമ്പോ വെച്ചോനെ, കാരണം അത് അവള് തന്ന പൈസയാണ്. യാ റബ്ബി എന്ത് ചെയ്യും? നേരെ ദുഹർക്ക് പള്ളി കയറി. നിങ്ങൾ ഫോണൊന്നുമില്ലല്ലോ, ഇറച്ചി കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്നും വിളിച്ചറിയണമെന്ന സൗകര്യം ഇല്ലല്ലോ. പള്ളി കയറി ദുഹർ നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. അസ്രം കഴിയട്ടെ എന്ന് വിചാരിച്ച് അസ്രം നിസ്കാരം കഴിഞ്ഞ് പെരയ്ക്ക് ചെന്നിട്ടില്ലെങ്കിൽ അതിലും വലിയ പ്രശ്നമാവും, അതുകൊണ്ട് വീട്ടിലേക്ക് പോട്ടെ എന്ന് വിചാരിച്ച് അല്ലാമ ശിബ്ലി തങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ്. പഴയ വീടിന്റെ വിളിഞ്ഞ് എന്താണോ പറയാ, കാരണം രാവിലെ പറഞ്ഞ ഇറച്ചി വാങ്ങാൻ വേണ്ടിട്ട് ഇറച്ചിയും പോയി കാശും പോയി വെറും കൈയോടുകൂടെ വരുന്നത് വീട്ടിലേക്ക്. വാതിലൊക്കെ മുട്ടി. ഭാര്യ ചോദിച്ചു, അള്ളാ വിശക്കുണ്ടാവുമല്ലോ, ഭക്ഷണം എടുത്തൊക്കെ ഉണ്ടേന്ന് ചോദിച്ചു. എന്താ മനുഷ്യനെ കഥ, ഇവർക്ക് എന്താ ഇങ്ങനെ മാറ്റം വന്നത്? അപ്പൊ ഇവിടെ ഭക്ഷണം ഉണ്ടോന്ന് ചോദിച്ചു. ഭക്ഷണം ഉണ്ട്, നമുക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ടല്ലോ. എങ്ങനെയാന്ന് ചോദിച്ചു. ഒന്നുമില്ല, നമ്മുടെ വീടിന്റെ മുറ്റത്തിന്റെ 2 കഴുകന്മാർ വലിയൊരു ഇറച്ചി കഷ്ണം പിടിച്ചിട്ട് തല്ലുകൊടുത്തത്. അങ്ങനെ അവരുടെ വായെന്ന് നമ്മുടെ മുറ്റത്താ വീണത്. കണ്ടപ്പോഴേക്ക് മനസ്സിലായത് അറിവ് നടത്തിയ നല്ല മൃഗത്തിന്റെ മാംസമാണ്, ഞാനിതെടുത്ത് കറി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശിബ്ലി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ യാ റബ്ബി ലക്കൽ ഹംദ് ഹമൽത അന്നിൽ ലഹം, പടച്ചവനെ ഞാനത് ചുമന്നു വരേണ്ട ഞാൻ, എനിക്ക് പകരം നീ ആ ഇറച്ചി മറ്റാരുടെയോ കയ്യിലൂടെ ചുമന്നു കൊണ്ടുപോയി കൊടുത്തില്ലേ പടച്ചവനെ, നിനക്ക് സ്തുതി റബ്ബേ, എങ്ങനെ ഞാൻ നിനക്ക് നന്ദി പറയാ. അതായത് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് എന്നാ പിന്നെ എന്തെങ്കിലും ഒരു കുറുക്കു വഴിയിലൂടെ ഒരു ഹറാമായ പൈസയിലൂടെ മറ്റോ അത് എടുക്കേ, അതൊന്നും ചെയ്യാതെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെന്നതല്ലേ, വേറെ പള്ളിക്കല്ലേ ചെന്നത്, അള്ളാഹുവിന്റെ മുമ്പ് സങ്കടം ബോധിപ്പിച്ചതല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു പരിഹാരം കൊടുത്തതായിരുന്നു. അങ്ങനെ കഴുകന്മാർ കൊത്തിക്കൊണ്ടുപോയ അതേ കഴുകന്റെ വായിലൂടെ തന്നെ വീടുമുറ്റത്തേക്ക് എറിഞ്ഞു കൊടുത്ത് സഹായിക്കപ്പെട്ട വലിയ മഹാനാണ് അല്ലാമ ശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ ആ ശിബ്ലി മാമ ചോദിക്കുന്നത് ശുറൈഹ് തങ്ങളോട്, എങ്ങനെയുണ്ട് കുടുംബജീവിതം നോക്കിയത്? 20 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു കശവിഷയമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം, എനിക്ക് ദേഷ്യമുണ്ടാക്കുന്ന ഒന്നും എന്റെ ഭാര്യ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ ഒരു 1/2 മിനിറ്റ് സെക്കൻഡ് അല്ല, ഒരു 10 സെക്കൻഡ് സമയം ഞാൻ തരാണ്. ഈ ഇടയായിട്ട് നിങ്ങൾക്ക് ദേഷ്യം വന്ന ഭാര്യയുമായി, കല്യാണം കഴിഞ്ഞു കേട്ടോ, അല്ലെ പറ്റി ഇപ്പൊ എന്താ പറയണേ, എന്തെങ്കിലും ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യം എന്തായിരുന്നു ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് കൊണ്ടുവരിക. ഇനി പറയാവുന്ന വിഷയങ്ങൾ അതിലൊക്കെ ഉണ്ടാവും ചിലപ്പോ. ഓർത്തോ, എന്തെങ്കിലും ഉണ്ടോ?
ഇക്കാലം വരെ ദേഷ്യം പിടിപ്പിച്ചില്ല. ഷുറൈഹിൽ തങ്ങളുടെ ഭാര്യയെ പോലെയാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ അങ്ങനെ കൈ നോക്കണവരുണ്ടാവും. എനിക്ക് ഇക്കാലം വരെ ദേഷ്യം പിടിക്കുന്ന ഒരു സെക്കൻഡ് എന്റെ ഭാര്യയുടെ സ്വഭാവം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള അപൂർവമൊക്കെ ഉണ്ടാവും കേട്ടോ, അങ്ങനെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. നേരെ മറിച്ചുണ്ടാവും. എത്രയോ സാത്വികരായ ആളുകൾക്ക് വളരെ മോശപ്പെട്ട ഇണകൾ കിട്ടിയിട്ടുണ്ട്, വളരെ മോശപ്പെട്ട ഭാര്യമാരുണ്ടായിട്ടുണ്ട്. നമ്മുടെ ദുബൈയിൽ തന്നെ ഇവിടെയൊക്കെ ജോലി ചെയ്തു പോയ, പള്ളിയിലൊക്കെ ഇമാമായി ഒരുപാട് വർഷങ്ങളോളം ജോലി ചെയ്ത് ഭയങ്കര ഒരു വലിയ മരിച്ചുപോയി. അല്ലാഹുവിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുന്നു. സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ കയറിയിരുന്ന് സ്വസ്ഥമായി ഇരിക്കാൻ ഒരു നാള് പോലും അങ്ങനെ ഒരു ആശ്വാസമുള്ള ഒരു ദിവസം കിട്ടാതെ സ്വന്തം ഭാര്യയും മക്കളൊക്കെ ഒരുപാട് ദുൽമും ഇടങ്ങേറും ബുദ്ധിമുട്ടൊക്കെ ആക്കിയിട്ടൊക്കെ സഹിച്ചു പോകുന്ന ഒരു വലിയ ആലിം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം വലിയ നല്ല ആലിം, വലിയ മനുഷ്യനാണ്. പക്ഷെ എന്ത് ചെയ്യും, അള്ളാഹു വലിയൊരു പരീക്ഷണം കൊടുത്തിരിക്കുകയാണ്. കുടുംബം അങ്ങനെയായിരുന്നു. നേരെ മറിച്ചുണ്ടാവും. പടച്ച റബ്ബേ, ഈ എല്ലാവിധ പ്രശ്നങ്ങളും എല്ലാറ്റിലും തലയിടുന്ന ഇവനാണല്ലോ റബ്ബേ, ഈ നല്ലൊരു അച്ചടക്കല്ല പൊണ്ണിനെ കിട്ടിയത്. റഹ്മാനായ റബ്ബേ, ഇത് എങ്ങനെ സംഭവിച്ചു? അങ്ങനെ ഉണ്ടാവും അല്ലേ? ഇത് രണ്ടും നിങ്ങളുടെ തന്നെ ഉദാഹരണം ഉണ്ടാവും. ആരങ്ങോട്ടോട്ട് മുഖത്തേക്ക് നോക്കരുത്. ഷുറൈഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അനുഭവം, കല്യാണം കഴിഞ്ഞു എങ്ങനെ ഇപ്പൊ ഇത് നടന്നു എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഞാൻ എന്റെ കല്യാണത്തിന്റെ അന്നത്തെ ദിവസം എന്റെ ഭാര്യയുടെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോ ഭയങ്കരമായ ഭംഗി, അപാരമായ സൗന്ദര്യമുള്ള ഒരു പെണ്ണായിരുന്നു എന്റെ ഭാര്യ. അപ്പോ ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ശുദ്ധി വരുത്തട്ടെ, അള്ളാഹു എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യയെ തന്നതിന് നന്ദി ചെയ്യാൻ 2 റക്അത്ത് ഞാൻ സുന്നത്ത് നിസ്കരിക്കട്ടെ എന്ന് ചിന്തിച്ചു മഹാനായ ഷുറൈഹി റഹ്മത്തുള്ളാഹി അലൈഹി. ഷുറൈഹ് അൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. നല്ല ഭംഗിയുണ്ട്, അത്യപൂർവമായ സൗന്ദര്യമുണ്ട്. അപ്പോ ആദ്യം ചിന്തിച്ചത്, ഞാൻ പോയി വുളു എടുത്ത് അള്ളാഹുവിന്റെ 2 റക്അത്ത് ഇതിന് ഞാൻ നന്ദി ചെയ്യട്ടെ എന്ന് പറയാനാണ്. അങ്ങനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഞാൻ എന്റെ ഭാര്യയെ തൊടാൻ വേണ്ടി കൈ നീട്ടിയപ്പോ എന്റെ ഭാര്യ പറഞ്ഞു, അലാ റിസ്ലിക യാ അബാ ഉമയ്യ. ഷുറൈഹിൽ എന്നവരുടെ സ്ഥാനപ്പേരാണ് അബു ഉമയ്യ. അലാ റിസ്ലിക്, ഇരിക്കട്ടെ, കമാ അൻത, അവിടെ തന്നെ തൊടല്ലി എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ് അഹ്മദുഹു വഅസ്തഈനുഹു. ഖുതുബാണ്, രസകരമായ ഖുതുബ. വഉസല്ലി അലാ മുഹമ്മദിൻ വആലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് പറഞ്ഞു, ഇന്നി ഇംറഅത്തുൻ ഗരീബ, ഞാനൊരു വിദേശിയായ അല്ലെങ്കിൽ അപരിചിതയായ ഒരു പെണ്ണാണല്ലോ. നിങ്ങളുടെ ലാ ഇൽമ ലി ബി അഖ്ലാഖിക, നിങ്ങളുടെ സ്വഭാവം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഫബയ്യിൻ ലി മാ തുഹിബ് ഫഅതി, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്ത് ചെയ്യാം, നിർവഹിക്കാം. വമാ തക്റഹ് ഫഅത്റുകു, നിങ്ങൾക്ക് എന്ത് വെറുപ്പാണോ അതും പറഞ്ഞു തരും, ഞാനത് ഒഴിവാക്കാം. കാരണം നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ, അതുകൊണ്ട് ഇത് പറഞ്ഞു തരണം. ഇന്നഹു, തീർച്ചയായും, കാന ഫീ ഖൗമിക്, നിങ്ങളുടെ കുടുംബത്തിൽ, മൻ തതസവ്വജുഹു മിൻ നിസായിക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളിൽ നിന്ന് എത്രയോ നല്ല പെണ്ണുങ്ങൾ ഭാര്യമാരായി നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. എനിക്കോ മിനൽ റിജാലി മാ ഹുവ കുഫ്ഉൻ ലി, എനിക്ക് യോജിച്ച ഭർത്താക്കന്മാർ വേറെയും ആണുങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വേറെയും പെണ്ണ് കിട്ടുമായിരുന്നു. പക്ഷേ വലാകിൻ ഇദാ ഖദല്ലാഹു അംറൻ കാന മഫ്ഊല, അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതല്ലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് പേണയായത്. ചിലർ അങ്ങനെയൊക്കെ പറയില്ലേ, നിന്നിലും മുന്തിയ കിട്ടുമായിരുന്നു എന്നൊക്കെ. അതിന് പറയാൻ പറ്റുന്ന അവസാനമാക്കിയതാ, ഇദാ ഖദല്ലാഹു അംറൻ കാന മഫ്ഊല, പടച്ചവൻ വിധിച്ചതല്ലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ രണ്ടാളും കൂടിച്ചേരാനാണ് അള്ളാഹുവിന്റെ തീരുമാനം. നിങ്ങൾക്കാണ് അധികാരം അള്ളാഹു നൽകിയത്, നിങ്ങൾക്ക്, അതായത് ഭർത്താവിന് അധികാരം അള്ളാഹു നൽകി. അതുകൊണ്ട്
അള്ളാഹു പറഞ്ഞ പോലെ ചെയ്തേക്കണേ. ഇംസാകും ബിമഅറൂഫ്, നല്ല നിലക്ക് എന്നെ കൂട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് ജീവിക്കാം. ഔ തസ്രീഹും ബിഇഹ്സാൻ, അല്ലെങ്കിൽ നല്ല നിലക്ക് എന്നെ ഒഴിവാക്കി തരാം. നമ്മൾ തമ്മിൽ യോജിച്ചു പോവില്ല എന്നാണെങ്കിൽ, നമ്മൾ തമ്മിൽ പിരിയണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാക്കരുത്. ബുദ്ധിമുട്ടാക്കാൻ എന്ത് ചെയ്യാൻ? നല്ല നിലക്ക് ഒഴിവാക്കി തരാം, അല്ലെങ്കിൽ നല്ല നിലക്ക് നമുക്ക് ജീവിക്കാം. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്. അങ്ങനെ ഉണ്ടോ? ശുറൈഹുൽ ഖാദി ജഡ്ജാണ്. അദ്ദേഹം പറഞ്ഞു, ഇവരുടെ ഈ ഖുതുബ കേട്ടപ്പോൾ ഒരു ഖുതുബ ഞാനും പറയണല്ലോ എന്ന് ഞാനും വിചാരിച്ചു. കാരണം നിർബന്ധിതമായി പോയല്ലേ. അങ്ങനെ ഞാനും തുടങ്ങിയ ഖുതുബ. അപ്പൊ പറയുന്നത് ഷഅബി, ഇമാം ഷഅബിയോട് പറയാ, ഷിബ്ലിയോട് പറയുന്നത്, ഞാനും ഖുതുബ ഓതാൻ നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെ ഞാൻ ഖുതുബ ഓതി. അൽഹംദുലില്ലാഹി അഹ്മദുഹു വഅസ്തഈനു വഉസല്ലി അലൻ നബിയ്യി വആലിഹി വഉസല്ലിം വബഅദ് ഫഇന്നകി ഖുൽതി കലാമൻ ഇൻ തബത്തി അലൈഹി യകുൻ ദാലിക ഹദ്ദുകി. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ അതനുസരിച്ച് ജീവിച്ചു പോവുകയാണെങ്കിൽ നല്ല ഭാഗ്യവതിയായി നിങ്ങൾക്ക് ജീവിക്കാം. അതല്ല, നിങ്ങൾ ഈ പറഞ്ഞത് പാലിക്കാനില്ലാത്ത, ഒരിക്കലും പാലിക്കാൻ പോവാത്ത വാക്കുകളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എതിരായി വരും. നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്കെതിരായി സാക്ഷി വരും. കാരണം നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടം എന്താ പറഞ്ഞോളൂ, ഞാൻ അങ്ങനെ ചെയ്യാം. വെറുപ്പെന്താന്ന് അറിയിച്ചോളൂ, ഞാൻ അത് ഒഴിവാക്കാം. പറഞ്ഞ പിന്നെ അങ്ങനെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള തെളിവായിട്ട് മാറും. അങ്ങനെ ശുറൈഹിൽ എന്നവർ പറഞ്ഞു, എനിക്ക് ഇന്നതൊക്കെ ഇഷ്ടമാണ്, ഇന്നതൊക്കെ എനിക്ക് വെറുപ്പാണ്. പിന്നെ എന്തെങ്കിലും നന്മ നീ കണ്ടാൽ ഫൻസുരിഹ, ആ നന്മ നീ പ്രചരിപ്പിച്ചോ. വമാ റഅയ്തി മിൻ സയ്യിഅത്തിൻ ഫസ്തുരിഹ, എന്തെങ്കിലും മോശപ്പെട്ടത് ഉണ്ടായാൽ നീ ഇത് മറച്ചു വെക്കണം. ഇത് ജീവിതത്തിൽ വലിയ ആവശ്യമാണ്. പ്രചരിപ്പിക്കേണ്ടത് നന്മ മാത്രമാണ്. തിന്മ എന്ത് ചെയ്യരുത്? പ്രചരിപ്പിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പ്രചരിപ്പിക്കാൻ ഒരുപാട് മീഡിയകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്ത് നല്ലതേ പ്രചരിപ്പിക്കാവൂ. തിന്മ എന്ത് ചെയ്യരുത്? പ്രചരിപ്പിക്കരുത്. പെണ്ണിനോട് പറയാണ്, അതായത് പെണ്ണുങ്ങൾ എന്തായാലും ഇത് പറഞ്ഞു അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവരെന്തായാലും പറയും. കൂട്ടുകാരോടെങ്കിലും പറയും, ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടെങ്കിലും പറയും. പിന്നെ ആ കാര്യം അവർ ഏറ്റെടുത്തു. അപ്പോ തിന്മകൾ, മോശപ്പെട്ടതൊക്കെ മറച്ചു വെക്കണം. അവള് ചോദിച്ചു, കൈഫ മഹബ്ബതുക ലിസിയാറത്തി അഹ്ലി, എന്റെ വീട്ടുകാര്, പെണ്ണ് പറയാണ്, എന്റെ വീട്ടുകാരൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്ന് സന്ദർശിക്കുമല്ലോ, സന്ദർശനം ഉണ്ടാവുമല്ലോ, അതിനെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ഭാര്യ ചോദിക്കുക. ഇഷ്ടാനിഷ്ടങ്ങൾ അറിയണല്ലോ. പിന്നെ എന്റെ ഉമ്മ വാപ്പ, എന്റെ അനിയൻ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ ജ്യേഷ്ഠത്തി, അനിയത്തിയുടെ ഭർത്താക്കന്മാർ, ഇവരൊക്കെ വീട്ടിലേക്ക് നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ? അവിടെ ചോദിക്കാം. അപ്പൊ അതിനർത്ഥം എന്താണ്? പുതിയാപ്പളുടെ പേരിലാണ് പെണ്ണ് താമസിക്കുന്നത് എന്നാണ്. അപ്പോ എന്റെ ഭാര്യ വീട്ടുകാരുമായിട്ടൊരു മടുപ്പുണ്ടാവാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോ നമ്മൾ അവരൊന്നും വരണ്ട, അല്ലെങ്കിൽ അവരൊന്നും കാണണ്ട എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതെനിക്ക് ഇഷ്ടമല്ല. നമ്മൾ തമ്മിൽ നല്ല ബന്ധത്തിൽ തന്നെ ആവണമെന്നാണ് എന്റെയും ഇഷ്ടമെന്ന് മഹാനായ ശുറൈഹുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു, നിങ്ങളുടെ അയൽവക്കക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ട്. ഇവരിൽ ആർക്കാണ് വീട്ടിലേക്ക് വരാൻ പെർമിഷൻ കൊടുക്കേണ്ടത്, ആരെയാണ് വീട്ടിൽ പ്രവേശിപ്പിക്കാതിരിക്കേണ്ടത്? അങ്ങനെയുണ്ട് സംഗതി. എല്ലാവർക്കും വാതിൽ തുറക്കാൻ പറ്റില്ല എന്നാ. ഏത് പെണ്ണും തന്റെ ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് വാതിൽ തുറന്നു കൊടുത്തുകൂടാന്നാ. മഹാനായ ശുറൈഹി തങ്ങൾ പറഞ്ഞു, ബനു ഫുലാനിൻ ഇന്ന കബീലക്കാർ, അവര് നല്ല ആൾക്കാരാ, അവര് വന്നാൽ അവർക്ക് വീട്ടിൽ കയറിയിരിക്കാൻ സൗകര്യം ചെയ്തേക്കണം. പക്ഷെ വേറെ ചില ആളുകൾ നമ്മുടെ കുടുംബക്കാരൊക്കെ തന്നെയാണ്, പക്ഷേ അവര് വേണ്ട, അവർ വന്നിരുന്നാൽ സംഗതി നീ മോശമായി പോയിരുന്നു. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്, താബിഈയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഭയങ്കര നല്ല ഭാര്യയായിരുന്നു. അദ്ദേഹം പറയുന്നത്, അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി കറാമത്തുള്ള മഹാനുമാണ്. പറഞ്ഞ ദുആക്ക് അപ്പോഴക്കപ്പോൾ ഉത്തരമാണ്. അപ്പൊ അദ്ദേഹം പള്ളിയിൽ നിന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് മുറ്റത്തെത്തിയാൽ ഒന്ന് തൊണ്ടനക്കുന്ന എന്നൊക്കെ പറഞ്ഞ്, മുമ്പ് നമ്മൾ ഉപ്പാക്കും അപ്പാർക്കൊക്കെ വലിയപ്പാർക്കൊക്കെ ഉണ്ടാകും ആ ഒരു സ്വഭാവം, ഒരു തൊണ്ടനക്കി വരിക. അപ്പോഴേക്കും വീട്ടില് വിളക്കൊക്കെ കത്തിച്ച് അവൾ റെഡിയാക്കും. മുറ്റത്തേക്ക് എത്തിയാൽ ഒരു അല്ലാഹു അക്ബർ എന്ന് ഞാൻ ചൊല്ലും, അറിയിക്കുകയാണ്. വാതിൽക്ക് എത്തിയാൽ ഞാൻ അവൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയും. അവൾ അപ്പോഴേക്കും വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് വാതിൽ തുറന്നു കൊടുത്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എല്ലാം ഏർപ്പാട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടാവും. അങ്ങനെ സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കാൻ ഒരിക്കൽ മുറ്റത്തെത്തിയിട്ട് ഒരു അനക്കവും വീടിന്റെ ഉള്ളിൽ കാണുന്നില്ല, വിളക്ക് കത്തുന്നില്ല. വാതിൽക്കെത്തി സലാം പറഞ്ഞിട്ട് സലാമിന്റെ മടക്കണില്ല, വാതിലിട്ട് തുറക്കുന്നില്ല.
വാതിൽ ഇദ്ദേഹം തുറന്നു, ഒന്നും പൂട്ടില്ല. അതാണ് വലിയ അവസ്ഥ. അതുകൊണ്ടാണ് ഇസ്തിഗ്ദാനിന്റെ ആയത്തൊക്കെ സൂറത്തുൻ നൂറിൽ വരാൻ കാരണം. സമ്മതം ചോദിച്ചിട്ടേ കടക്കാവൂ എന്നൊക്കെ പറഞ്ഞ ആയത്തുകൾ വരാനുണ്ടായ കാരണം തന്നെ അന്ന് വാതിലുകൾക്ക് പൂട്ടില്ലായിരുന്നു, ആർക്കും ഓടി കയറാൻ പറ്റുമായിരുന്നു. അതില്ലാതിരിക്കാനാണ് സമ്മതം ചോദിച്ചേ കയറാവൂ എന്നൊക്കെ വളരെ കർക്കശമായി ഖുർആൻ നിർദ്ദേശിക്കാൻ തന്നെ കാരണം. അപ്പോ അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെന്നു. ഭക്ഷണം എടുത്തിച്ചിട്ടില്ല, ഒന്നുമില്ല. ഭാര്യ ഇവിടെ, റബ്ബേ എന്റെ പെണ്ണ് എന്ത് സംഭവിച്ചു നോക്കുമ്പോ അവള് തലയും താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു മൂലക്കെ. ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം തങ്ങൾ എന്തേ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ആളല്ലേ, വലിയ പൈസക്കാരനോ ഖലീഫയുമല്ലേ മുആവിയ റളിയല്ലാഹു അൻഹു. ഒരു വേലക്കാരനെ കിട്ടണമെന്ന് പറഞ്ഞാൽ മൂപ്പര് നിങ്ങളുടെ ആവശ്യം തള്ളുവോ? ഇല്ലല്ലോ. ഇങ്ങനെ മനസ്സിലായി. ബഹുമാനപ്പെട്ട ഒരൊറ്റ വാക്ക പറഞ്ഞു, അല്ലാഹുവേ, എന്റെ ഈ പെണ്ണിനെ പഴപ്പിച്ചതാരോ അവളുടെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കൊണ്ടുപോകണം. അപ്പോ 2 വീട് അപ്പുറത്തുള്ളൊരു പെണ്ണ് പെട്ടെന്ന് എന്താ കറണ്ട് പോയോ, കറണ്ടല്ല വെളിച്ചം പോയോ എന്ന് ചോദിച്ചു. ഇല്ല, വെളിച്ചം പോയിട്ടില്ലല്ലോ. പറഞ്ഞ സെക്കൻഡിൽ അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പൊ മനസ്സിലായി ഇതെന്തോ പറ്റിയതാണ്, തപ്പിപ്പിടിച്ചു വന്നു. അബൂ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഭാര്യയോട് ചോദിച്ചു, എന്തേ സംഭവം? ഒന്നുമല്ല, ആ പെണ്ണ് വന്ന് എന്നോട് പറഞ്ഞു, പൊന്നാര പെണ്ണ്, ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? നിന്റെ ഭർത്താവ് വിചാരിച്ച നിനക്ക് അത് കിട്ടൂലെ, ഇത് കിട്ടൂലെ, അത് ചോദിച്ചൂടെ, ഇത് ചോദിച്ചൂടെ, ഈ വല്ലായ്മയും ഇല്ലായ്മയും സഹിച്ച് എന്തിനാ ജീവിക്കുന്നത് എന്ന് ഈ അയൽപ്പക്കക്കാരി പെണ്ണ് സ്വന്തം ബന്ധു എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴായി നല്ലൊരു പെണ്ണ് എന്താ ചെയ്തത്? മോശമായി പോയത്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട കാൽക്കൽ വന്നിട്ട് വീറിട്ട് പറഞ്ഞു, യാ അബാ മുസ്ലിം അൽ ഖൗലാനി, മാപ്പ് ചെയ്തു തരണം, പറ്റിപ്പോയതാണ്. അല്ലാഹുമ്മ റുദ്ദ അലൈഹ ബസ്റഹ, കാഴ്ച കൊടുക്ക് പഠിച്ചവനെ എന്ന് പറയുകയും കണ്ണ് കണ്ടുകൊണ്ട് തന്നെ അവൾ തിരിച്ചു നടക്കുകയും ചെയ്തു എന്ന് നമ്മുടെ കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പൊ ചില ആളുകൾ വന്ന് പഴപ്പിക്കുന്നത് വല്ലാത്ത പഴപ്പിക്കലായിരിക്കും. അതുകൊണ്ടാണ് ആർക്കൊക്കെ പെർമിഷൻ കൊടുക്കണം കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഭർത്താവിനുണ്ട്. എല്ലാവരെയും തത്തമ്മയെ കൊണ്ടുനടക്കുന്ന ഒരു കഥ പറയാറുണ്ടായിരുന്നു. തത്തമ്മയെ ആരോ വീട്ടിൽ വളർത്തിയിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള വാക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമല്ലോ തത്തമ്മയ്ക്ക്. പഠിച്ചു നോക്കുമ്പോ ആരോ ചില മോശപ്പെട്ട ഡയലോഗൊക്കെ പഠിപ്പിച്ചു പോയി തത്തമ്മയ്ക്ക്. ആ കിടങ്ങാറായി. കുറച്ച് തമ്പുരാനെ ഈ തത്തമ്മയ്ക്ക് എങ്ങനെ മറപ്പിച്ചു കളയാൻ പറ്റൂലല്ലോ. അങ്ങനെ തീരുമാനിച്ചത് നമ്മളെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത്, അച്ഛനൊരു തത്ത ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി പാർപ്പിച്ച മൂപ്പര് എന്ത് ചെയ്യും? അച്ഛന്റെ തത്ത പറയണ നല്ല നല്ല വാക്ക് കേട്ട് നന്നായി കൂടുന്ന് വിചാരിച്ചു കൊണ്ടുവരാം. ചെന്ന് നോക്കുമ്പോ അതിലും വലിയ ഡയലോഗും പഠിച്ചിട്ടാണ് എന്തേ തത്തമ്മ തിരിച്ചു വന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയോ, ആരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, ഇതൊക്കെയാണ് വിഷയം. നിരന്തരമായി ചില വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ചിലരൊക്കെ പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ കയറി കൂടിയ പ്രശ്നം അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ ചില ആളുകളുടെ ഇന്റർഫിയറൻസ്, അവരുടെ ഇടപെടലുകൾ വലിയ മോശമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയേക്കും. ചില ആളുകളുടെ നിരന്തരമായ സംസാരങ്ങൾ. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്ടിലേക്ക് ആരെയൊക്കെ നിനക്ക് പ്രവേശിപ്പിക്കാം, പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഭർത്താക്കന്മാർക്കുണ്ട്. ഇതൊരു പക്ഷേ നമ്മൾ അധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എല്ലാവർക്കും തുറന്നു കൊടുക്കണം. ഭർത്താവിന് പറയാം, ഇന്ന വീട്ടുകാർക്ക് നീ സമ്മതം കൊടുത്തോ, അല്ലാത്തവർക്ക് നീ സമ്മതം കൊടുക്കണ്ട, അത് ആ ഭാര്യ ചെയ്തേ പറ്റൂ എന്നാണ്. പക്ഷേ കുടുംബങ്ങളുമായി നല്ല സ്നേഹത്തിനും അടുപ്പത്തിലൊക്കെയാണ് വേണ്ടത്. പക്ഷെ ഒരു ഭർത്താവിന് അറിയാൻ പറ്റും ആരൊക്കെയാണ് മോശപ്പെടുത്തുന്നത്, ആരൊക്കെയാണ് നന്മ പ്രചരിപ്പിക്കുന്നതെന്ന്. അപ്പോ മഹാനായ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അപ്പോ എന്ത് ചെയ്യണം? ബനു ഫുലാനിൻ ഖൗമുൻ സാലിഹൂൻ, ഇന്നാലിന്ന ഗോത്രക്കാര് നല്ലവരാണ്, വബനു ഫുലാനിൻ ഖൗമുൻ സൂ, മറ്റേ പുരക്കാര് വളരെ മോശപ്പെട്ടവരാണ്, അതുകൊണ്ട് അവർക്ക് നീ തുറന്നു കൊടുക്കണ്ട എന്നും പറഞ്ഞു. അങ്ങനെ പറയാണ്, അന്നത്തെ രാത്രി ഏറ്റവും മനോഹരമായ ഒരു രാവിലായി ഞങ്ങൾ അന്തിയുറങ്ങി. ഞങ്ങൾ 1 വർഷം ജീവിച്ചു. ഒരു എനിക്കിഷ്ടമില്ലാത്ത ഒന്നും ഞാൻ അവളിൽ കണ്ടില്ല. അങ്ങനെ 1 വർഷം പൂർത്തിയാകുമ്പോ എന്റെ വീട്ടിലുണ്ട് ഒരു സ്ത്രീ ഇരിക്കുന്നു. ഞാൻ എത്തിയപ്പോ ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ ഉമ്മയാണ് വന്നത് എന്ന് പറഞ്ഞു. നമ്മുടെ അമ്മായിമ്മ എന്ന് പറയുമല്ലോ, അമ്മായിമ്മ വന്നതാണ്. ഇപ്പൊ ഈ അറബ് കൾച്ചറിലൊക്കെ ഹമാത്ത് എന്ന് പറയാം. ഹമാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഭാര്യക്ക് ഭർത്താവിന്റെ ഉമ്മ ശത്രുവും ഭർത്താവിന്റെ ഭാര്യന്റെ ഉമ്മ ശത്രുവും. ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള നമ്മുടെ നമ്മുടെ ജോർഡാൻ, പാലസ്തീനിയൻ, ലെബനോൻ ആ ഏരിയയിലുള്ള കുടുംബങ്ങളിൽ ഇങ്ങനെ വ്യാപകമായൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഭയങ്കര ശത്രുവായിട്ടാണ് കാണാം. നമ്മുടെ നാട്ടിലൊന്നും അത്രക്കില്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? വലിയ അങ്ങനെ ശത്രുതയൊന്നുമില്ലല്ലോ.
അല്ലെ? ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ? അതും പാടില്ല എന്നാണ് പറയാൻ പോണത്. ഉമ്മയല്ലേ? ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യന്റെ ഉമ്മ സ്വന്തം ഉമ്മയെ പോലെയാണ്. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മ അവളുടെ ഉമ്മയാണ്. ഉമ്മയോട് നമുക്ക് തെറ്റാൻ പറ്റുമോ? അതുപോലെയാണ്. അപ്പോ തന്റെ ഭാര്യയുടെ ഉമ്മയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു, ഖത്തനുക എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ആ പെണ്ണിന്റെ ഉമ്മ എന്നോട് ചോദിച്ചു, കൈഫ റഅയ്ത സൗജതക, നിന്റെ ഭാര്യ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അമ്മായിവനെ കാണുന്നത്. എങ്ങനെയുണ്ട് ഭാര്യ എന്ന് ചോദിച്ചു. സ്വന്തം മോൾ എങ്ങനെയുണ്ടെന്നാ ചോദ്യം. അപ്പൊ പറഞ്ഞു ഖൈറു സൗജ, നല്ല ഭാര്യയാണ്. അത് പറഞ്ഞു ഖാദി, ജഡ്ജായ മഹാനായ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ ഈ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, യാ അബാ ഉമയ്യ, അബാ ഉമയ്യ, ഇന്നൽ മർഅ ലാ തകൂനു അസ്വഅ ഹാലൻ മിൻഹാ ഫി ഹാലൈൻ ഇദാ വലദത് ഗുലാമൻ ഔ ഹുദിയത് ഇൻദ സൗജിഹാ. പെണ്ണിന് രണ്ട് സൗഭാഗ്യങ്ങൾ ഉണ്ടായാൽ അവൾക്ക് മോശം വരില്ല. ഒന്ന്, അവൾക്കൊരു കുട്ടി ജനിച്ചാൽ. മറ്റൊന്ന്, അവരുടെ ഭർത്താവിന്റെ അരികത്ത് സൗഭാഗ്യം ലഭിച്ചാൽ അവൾക്ക് സങ്കടം വരില്ല. അപ്പൊ ഭർത്താവ് മരിച്ചുപോയ പെണ്ണ, പക്ഷെ അവൾക്കൊരു കുട്ടിയുണ്ട്, അവൾക്ക് ആശ്വസിക്കാൻ പറ്റും. ഒരു മകൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മോൾ ഉണ്ടായിട്ടുണ്ട്, ഒരു കുട്ടിയുണ്ടല്ലോ എന്ന് ആശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിന്റെ അരികത്ത് ജീവിക്കാൻ ഭാഗ്യമുണ്ടായി. അൽഹംദുലില്ലാ. ഈ രണ്ടവസ്ഥയിലും ഒരു പെണ്ണിന് സൗഭാഗ്യമാണ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ ഹാസ الرجال في بيوتهم شرا من المرأة المدللة. മുദല്ലല എന്ന് അറബിയിൽ പറഞ്ഞാൽ കൊഞ്ചി പഠിച്ച പെണ്ണുങ്ങൾ എന്നാണ് അർത്ഥം. അതായത് എന്താണോ കുട്ടി അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, എന്താണോ കുട്ടിയുടെ ഇഷ്ടം അത് നടന്നോട്ടെ എന്ന് വിചാരിച്ച് ലാളിച്ച് കേടുവരുത്തപ്പെട്ട കുട്ടിക്കാണ് മുദല്ലല എന്ന് അറബിയിൽ പറയാം. കൊഞ്ചിച്ച് നമ്മള് നശിപ്പിക്കാന്ന് പറയില്ലേ, അങ്ങനെ വളർത്തിയ പെണ്ണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ ഷർറാണെന്ന് ഈ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അത് വാപ്പമാരിന്ന് പ്രത്യേകം മനസ്സിലാക്കണേ. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ കുട്ടികൾക്ക് ഈ വല്ലാതെ അനാവശ്യമായ സ്നേഹം കൊടുത്തിട്ട് നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യയെ, എന്റെ മോളെ നിനക്ക് എങ്ങനെ അച്ചടക്കം പഠിപ്പിക്കാൻ പറ്റുമോ നീ അച്ചടക്കം പഠിപ്പിച്ചോ. വേണ്ട രീതിയിൽ അവൾക്ക് നീ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തോ, അത് നീ ചെയ്തേക്കണം എന്ന് അമ്മായിമ്മ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു ഉമ്മയെ കിട്ടിയാൽ, ഇങ്ങനത്തെ ഒരു ഭാര്യയും കിട്ടിയാൽ പിന്നെ 20 കൊല്ലം 40 കൊല്ലം കഴിഞ്ഞാലും വല്ല പ്രയാസം ഉണ്ടാവോ? അങ്ങനെയാണ് ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, എനിക്ക് ഉറപ്പുള്ള ഒന്നും എന്റെ കുടുംബത്തിൽ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എന്താ രണ്ട് കോമ്പോണന്റ്സ് അവിടെ ആവശ്യം. ഒന്ന്, കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ഭാര്യ വേണം. പിന്നെ നല്ല ഗൈഡൻസ് കൊടുക്കുന്ന ഉമ്മ വേണം. അമ്മായിമ്മ, പെണ്ണിന്റെ ഉമ്മ നന്നാവണം. പെണ്ണിന്റെ ഉമ്മമാർ, നമ്മുടെ മക്കൾക്ക് പെൺമക്കളുണ്ട്, നമ്മുടെ പെൺമക്കളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അച്ചടക്കം. പിന്നെ ഭർത്താവിനെയാണ് അനുസരിക്കേണ്ടത്. അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്ന് ചോദിച്ചില്ലേ, ഒരു പെണ്ണ് വന്ന് ചോദിക്കുകയാണ്, നബിയെ എനിക്ക് ഏറ്റവും കടപ്പെട്ട ആൾ ആരാണ്? സൗജുക്കി, നിന്റെ ഭർത്താവാണ്. അപ്പൊ ഭർത്താവിനോ? ഉമ്മുഹു, ഭർത്താവിന്റെ ഉമ്മയാണ്. ഭർത്താവിന് ഏറ്റവും കടപ്പാട് ആരോടാ? സ്വന്തം ഉമ്മയോട്. ഭാര്യയ്ക്ക് ഏറ്റവും വലിയ കടപ്പാട് ആരോടാ? സ്വന്തം ഭർത്താവിനോട്. സ്വന്തം ഭർത്താവിന്റെ തീരുമാനങ്ങളുടെ താഴെയാണ് സ്വന്തം ഉമ്മയുടെയും മാപ്പയുടെയും തീരുമാനം. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ അവസ്ഥ ഇതാണ്. ഇത് പരിശുദ്ധ ദീനിന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ നിയമമാണ്. അപ്പൊ പിന്നെ വാപ്പാക്ക് അതൊന്നും വിഷയമല്ല. നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു കേട്ടേക്കണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ ആര് പറഞ്ഞാലും അനുസരിക്കേണ്ടതില്ല കേട്ടോ. അത് വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലോ ഏത് പറഞ്ഞാലും നേതാവ് പറഞ്ഞാലും പണ്ഡിതൻ പറഞ്ഞാലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ലാ ത്വഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്ക് അനുസരിക്കേണ്ടതില്ല. നമ്മുടെ ബോട്ടം ലൈൻ അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ലാ ത്വഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഖാലിഖിന് അള്ളാഹുവിനെ എതിര് ചെയ്തിട്ട് ഒരു സൃഷ്ടിക്കും എന്ത് ചെയ്യേണ്ട, അനുസരിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത വിഷയത്തിലൊക്കെ ഒരു പെണ്ണിന്റെ അന്തിമ വാക്കാരാണ്? ഭർത്താവാണ്. ഇത് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം. അത് പുരുഷന്മാരുടെ മേലധികാരത്തിനോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ മേൽക്കോയ്മക്കോ വേണ്ടി നമ്മൾ ഉണ്ടാക്കി പറയണതല്ല. അള്ളാഹു പറഞ്ഞതല്ല 5 നേരം നിസ്കരിക്കാൻ, അത് റബ്ബിന്റെ തീരുമാനമാണ്. നിന്റെ ഭർത്താവിനെയാണ് നീ അനുസരിക്കേണ്ടത്, പിന്നെയാണ് ഉമ്മയും വാപ്പയുള്ളൂ. നേരെ മറിച്ചൊരു ഭർത്താവ് സ്വന്തം ഭാര്യയെയാണ് അനുസരിക്കേണ്ടത്. ഭർത്താവിന് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? ഉമ്മുഹു, ഭർത്താവിന്റെ ഉമ്മയോടാണ്. പിന്നെ ഭർത്താവിന്റെ വാപ്പയോടാണ്. അത് കഴിഞ്ഞിട്ടേ ഭാര്യയും മക്കളും വരുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്.
ഇങ്ങനെ അപ്പൊ അങ്ങനെ വന്ന പിന്നെ അമ്മായും എന്നോട് സ്നേഹമില്ല, ഉപ്പർക്ക് ഇപ്പോഴും ഉമ്മാനോടാണ് ഭയങ്കര സ്നേഹം. ഇത് പെണ്ണ് പിന്നെ പറയില്ല. എന്തേ? അവള് മനസ്സിലാക്കി കഴിഞ്ഞു, എന്റെ ഭർത്താവിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ ഉമ്മ കഴിഞ്ഞിട്ടേ ഞാൻ എന്റെ ഭർത്താവിന് എന്തുള്ളൂ, കടപ്പാടുള്ളൂ. അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ ഉമ്മക്കാണ് പ്രയോറിറ്റി. ആ ഉമ്മയുടെ ഇഷ്ടവും ഉമ്മയുടെ കാര്യം കഴിഞ്ഞിട്ടേ എനിക്കുള്ളൂ എന്നൊരു പെണ്ണ് തിരിച്ചറിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. അത് നമ്മുടെ ഉമ്മമാരെ അമ്മായിമാരെ മനസ്സിലാക്കണം. എന്ത് ചെയ്യണം? കുട്ടികൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു വലിയ ഹക്ക്, അതായത് പുരുഷന്മാർക്ക് പെണ്ണുങ്ങൾ വകവെച്ചു കൊടുക്കേണ്ട ചില ബാധ്യതകളിൽപ്പെട്ടതാണ് എന്ത്? അവരുടെ സമ്മതമില്ലാതെ മറ്റൊരാൾക്ക് കടന്നു വരാനോ സംസാരിക്കുവാനോ വീട്ടിൽ കയറാനോ ഉള്ള സമ്മതം പെണ്ണുങ്ങൾ കൊടുത്തുകൂടാ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹാ അൻ തുകല്ലമ അൻ-നിസാ ഇല്ലാ ബിഇദ്നി അസ്വാജിഹിന്ന, ഭർത്താക്കന്മാരുടെ സമ്മതമില്ലാതെ പെണ്ണുങ്ങളോട്, സ്വന്തം ഭാര്യമാരോട് സംസാരിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഒരു പെണ്ണിനോടും മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ കുടുംബബന്ധ രക്തബന്ധമില്ലാത്ത മറ്റൊരാൾ സംസാരിക്കണമെങ്കിൽ ആരുടെ സമ്മതം വേണം? ഭർത്താവിന്റെ സമ്മതം വേണം. ഇത് ഒരു പക്ഷേ നമ്മൾ സമൂഹത്തിൽ മനസ്സിലാക്കേണ്ട വിഷയം. ഇനിയൊരു കാര്യം പറയാം, നമ്മുടെ ഉണ്ടി പൈസക്ക് അയക്കുന്ന ഏർപ്പാട്, ആ കച്ചവടത്തെ സംബന്ധിച്ചല്ല ഞാൻ പറയണത്. ഈ ഉണ്ടിപ്പലിശ എന്താണ് പലിശ, എന്താ ഉണ്ടിപ്പണം എന്നല്ല പറയുന്നതിന് ഹവാലല്ലേ? ഇവിടെ പറഞ്ഞാൽ പിടിച്ചോണ്ടോ നമ്മളെ ഇവിടെ അതിന്റെ ഏജൻസി എന്നൊക്കെ വിചാരിക്കും ചിലപ്പോൾ മലയാളം അറിയാത്തവരൊക്കെ ഒന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ. അപ്പോ ചുരുക്കി പറഞ്ഞാലേ നമ്മുടെ നാട്ടിൽ ഈ പൈസ അയക്കുമ്പോഴേ നമ്മൾ എക്സ്ചേഞ്ച് ഒക്കെ ഉള്ള കാലം ഇതുകൊണ്ട് അങ്ങനെ അയക്കാനതിന്റെ സേഫ്. പക്ഷെ ഒരാൾക്ക് എന്തെങ്കിലും ചില ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കാം, കൊണ്ടുകൊടുക്കാൻ ആളില്ല, പോയി വാങ്ങാൻ ആളില്ല. അതിനെ പറ്റിയൊന്നും ഞാൻ മസ്സറെ ഞാൻ അപ്പോൾ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് ആയി ചോദിച്ചാൽ ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാല് ഈ പൈസ കൊണ്ടുവരണവും വയ്ക്കുമ്പോൾ വരികയാണ്, അവന്റെ മടിയിലോ ഊരമ്മിലോ എവിടെയോ കഷ്ടത്തിലൊക്കെ കരം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക. അത് എന്തായാലും സിറ്റ് ഔട്ടിൽ നിന്നിട്ട് പുറത്തെടുക്കൂല, അവന് റൂമ് കയറണം. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അവസ്ഥ എന്താ നമ്മുടെ വീടുകളൊക്കെ അവസ്ഥ? ഗൾഫുകാരുടെ വീടുകൾ, ഉമ്മയും വാപ്പില്ലാതെ ഒറ്റക്ക് താമസിക്കുന്ന പെണ്ണുങ്ങളില്ലേ, ആ വീടുകൾ അകത്തേക്ക് കയറുകയാണ്. ആര്? ഏതോ ഒരു ചങ്ങാതി. എവിടുന്ന് അവന്റെ ഫോൺ നമ്പറും കിട്ടൂല, അവന്റെ പേരും കിട്ടൂല, അല്ലെ? അനോണിമസ്. അങ്ങനെ പോലെ ബിസിനസ് നടക്കുള്ളൂ. അങ്ങനത്തെ ഏതോ ഒരാളുടെ മുമ്പിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ പെങ്ങള് നിൽക്കുന്ന ഒരവസ്ഥ വന്നോ? ഹറാമല്ലേ? അത് ആണ്. ഈ ഒരു പുരുഷന്റെ ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിലാണ് ഈ പെണ്ണ് നിൽക്കുന്നത്. അവൾ തമ്മിൽ സംസാരം ഉണ്ടാവും. അവൻ അവിടുന്ന് അത് കൈമാറുന്നത്, സ്പർശനം കൈ തട്ടിയോ ഇല്ലേ, അല്ലാഹു അലം. ഹറാമല്ലയോ ഈ ഏർപ്പാടുകൾ? വളരെ സീക്രട്ട് ആയിട്ട് ആരും അറിയാത്ത രീതിയിൽ കൈമാറുന്ന ഈ സംഗതി ഒരു പെണ്ണ് ഒറ്റക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ കൊച്ചു മക്കളുള്ളൂ ആ ഒരു അവസ്ഥയിലുള്ള വീട്ടിലേക്കാണ് ഈ കൊടുത്തയക്കുന്നതെങ്കിൽ അത് കടുത്ത ഹറാമാണ്, ചെയ്യാൻ പാടില്ല. കാരണം അത് ഹറാമിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തീർക്കും. അവിടെ ഇപ്പൊ എന്തെങ്കിലും സംഭവം അതൊന്നല്ല വിഷയം. ഒറ്റയ്ക്ക് ഒരു അന്യ പുരുഷനും ഒരു അന്യ പെണ്ണും ആകൽ എന്താണ്? ഹറാമാണ്, ആ പാടില്ലാത്ത സംഗതിയാണ്. ഒരു പക്ഷം വലിയ മുത്തഖിയായിരിക്കും, എന്നാൽ പോലും പാടില്ലെന്നാണ് നമ്മൾ പറയാറുണ്ടല്ലോ. എത്രയോ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഒരു ഉസ്താദ് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഖുർആൻ പഠിപ്പിക്കൽ ഹറാമാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് പുരുഷനായ ഒരു ഉസ്താദ് ഒരു റൂമിൽ വാതിലടച്ചിട്ടോ അല്ലാതെയോ ഒറ്റക്കായ ഒരു പെണ്ണിന് ഖുർആൻ പഠിപ്പിക്കൽ ഹറാമാണ്. എന്നിട്ട് ബാക്കി വിഷയങ്ങൾ അപ്പോ അതിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ വരും. അപ്പൊ ആരൊക്കെയാണ് കടന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹി ചെയ്തു, തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. എന്ത്? അൻ തുകല്ലമ നിസാ, പെണ്ണുങ്ങളോട് വർത്തമാനം പറയപ്പെടുന്നത് തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഇല്ലാ ബിഇദ്നി അസ്വാജിഹിന്ന, ഭർത്താക്കന്മാരുടെ സമ്മതമില്ലാതെ. രക്തബന്ധമുള്ള ആളുകളെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. ഗൈറുൽ മഹാരിം, മഹറമല്ലാത്ത ആളുകളിൽ ഭർത്താക്കന്മാരുടെ സമ്മതമില്ലാതെ. സമ്മതം എന്ന് പറഞ്ഞാൽ തന്നെയും എങ്ങനെ? ഫി അംനിൽ ഫിത്ന, അങ്ങനെ ഒരാൾ കടന്നു വന്നാൽ എന്റെ വീട്ടിൽ എന്തുണ്ടാവില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ആശ്വാസമോ ഉറപ്പോ ഉള്ള ഒരവസ്ഥയിലെ അതും പാടുള്ളൂ. അത്യാവശ്യമായ ചില വിഷയങ്ങൾ കാണും ചിലപ്പോ. അങ്ങനത്തെ അവസ്ഥയിൽ ഭർത്താവിന്റെ സമ്മതം നിർബന്ധമാണ്. നമുക്ക് പറയേണ്ട കഥകൾ എത്രയോ ഇല്ലേ? സ്വന്തം കൂട്ടുകാരനെ ഏൽപ്പിച്ചു പോകുന്നു. എത്ര ഉണ്ട് അങ്ങനെ സംഭവങ്ങൾ? കൂട്ടുകാരന്റെ വീട്ടിലെ കാര്യം ഏൽപ്പിച്ച് ഇവിടെ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നാട്ടിൽ പൈസ ഓനെ കൊണ്ടുകൊടുക്കണം. അവസാനം ആ കൂട്ടുകാരന്റെ പോൾ ഒടിച്ചോടിപ്പോയി. എന്താ ചെയ്യുക?
സ്വന്തം കൂട്ടുകാരൻ, വളരെ ചെറുപ്പം മുതൽ പരിചയമുള്ള ചെറുപ്പക്കാരൻ. അപ്പൊ അവളുടെ കൂടെ പോയി അവൾ ജീവിക്കുന്നു, അവൾക്ക് കുട്ടികളുണ്ട്, ഭർത്താവ് ഇവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അപകടം, എന്തൊരു അപകടം! ഇതൊക്കെ സംഭവിച്ചത്? ആർക്കാണ് പ്രവേശനാനുമതി കൊടുക്കേണ്ടത്, ഒരാളുടെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാതെ കാര്യങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് അത്തരം അപകടങ്ങൾ സംഭവിച്ചത്. അല്ലാഹു തആല ഇത്തരം ഒരു മോശപ്പെട്ടു നമ്മുടെ കുടുംബങ്ങളിൽ ഒന്നും സംഭവിക്കാതെ നല്ല അച്ചടക്കമുള്ള കുടുംബങ്ങളായി അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ വിവരണം മഹാനായ അല്ലാമ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ ശാഫിഈ മദ്ഹബിൽ അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതനാണ്. വലിസൗജി മൻഉഹാ മിനൽ ഖുറൂജി മിൻ മൻസിലിഹി ഇലാ മാ ലഹാ മിൻഹു ബുദ്ദുൻ സവാഉൻ അറാദത് സിയാറത വാലിദൈഹാ ഔ ഇയാദതുഹുമാ ഔ ഹുദൂറ ജനാസതി അഹദിഹിമാ. സുബ്ഹാനല്ലാഹ്, അവൾക്ക് പോയേക്കാം എന്ന് അനുമതിയുള്ള വിഷയത്തിൽ പോലും നീ വീട്ടിൽ നിന്ന് പോവരുത് എന്ന ഭർത്താവിന് തന്റെ ഭാര്യയെ നിഷ്കർഷിക്കുവാനോ കൽപ്പിക്കുവാനോ അവളെ വിലക്കുവാനോ ഉള്ള അധികാരം ഭർത്താവിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. തന്നെ പിന്നെ ഒന്ന് ഇവിടെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിരിക്കാൻ പറ്റിയാലേ നമ്മൾ അവിടെ ഒരു ബ്ലോക്ക് വരണ്ട. കൊറിഡോറിലൊക്കെ ആളുകൾ നിൽക്കുമ്പോഴേ ഇവിടെ സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോ മുമ്പോട്ട് നീങ്ങാൻ സ്ഥലമില്ലല്ലോ അല്ലേ? ചൂടൊക്കെയുണ്ടോ അല്ലേ? എന്താ പേശല്ലേ? പുറത്തെ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ. ഇന്ന് നേരെ ഇങ്ങോട്ട് പോരി, ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് പോരി. അവിടെ ഇവിടെ നല്ല ഓപ്പൺ എയർ ഉണ്ട് ഇവിടെ. എന്നിട്ടാണോ ഇങ്ങോട്ട് പോരി. അവിടെ എന്ത് ചെയ്യും, വഴി തടസ്സമില്ലാക്കണ്ടേ? നമുക്ക് ഒന്ന് നീ കൊടുത്താല് എന്ത് ചെയ്യാം, അതിന് പോകാനുള്ള വഴിയുണ്ട്. അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അവിടെ ഡോറുണ്ടോ? ആയിക്കോട്ടെ. ഇവിടെ താഴെ ഇരിക്കുക, ടേബിളും ഇരിക്കുക, ഇങ്ങനെ സൗകര്യം പോലെ ചെയ്യും. അവിടെ എന്ത് ചെയ്യേണ്ട, ഒരു തടസ്സം വരണ്ട. നമ്മളിങ്ങനെ എണ്ണം കൂടുന്നതനുസരിച്ച് 300 രൂപ വാടക കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ആ കൊറിഡോറിലുള്ള വാടക അടക്കം നമ്മളെ വീട്ടിലേക്ക് വരും ചിലപ്പോ. അതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോ എന്ത് ചെയ്യാ, എല്ലാവരും കൊണ്ട് വരും. മാറി നമുക്ക് എല്ലാവർക്കും കൂടെ സൗകര്യപ്പെട്ട് ചൂടെടുക്കാതിരിക്കാൻ പറ്റിയ സ്ഥലം കൂടെ കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ ഒരു നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടാക്കുന്നത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമുക്കിപ്പോ യുദ്ധത്തിനൊന്നും പോകാനില്ലല്ലോ അല്ലേ? യുദ്ധത്തിനൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ പോവന്നെ വേണ്ടേ? എന്റെ വിസ തരാനൊക്കെ വരാൻ പറ്റുമോ? പോവന്നെ വേണ്ടേ? യുദ്ധത്തെ വിളിച്ചാൽ നമുക്കതൊന്നുമില്ല. നമ്മളിങ്ങനെയൊക്കെ കുറച്ച് വിയർപ്പും കുറച്ചടങ്ങ് ചൂടെടുക്കലും ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യണത് അല്ലാഹു തന്നെ. അപ്പൊ അതങ്ങ് സഹിക്കാം. ചൂടെടുക്കലൊക്കെ ചൂട് എനിക്കുന്നതൊക്കെ ഉണ്ട്. എനിക്ക് തലകെട്ട് എടുത്ത് വെക്കാനൊക്കെ തോന്നുന്നുണ്ട് ആ ഞാൻ ചൂടെടുത്തപ്പോ. പക്ഷെ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ കുറച്ചോനെ നമ്മളെന്തൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ ആ സ്പേസ് ഒക്കെ നോക്കി വെക്കട്ടെ. നടന്ന് ആ വഴിയിൽ ആരും നിൽക്കല് എന്ത് ചെയ്യാ, ഒന്നകത്തേക്ക് കടത്തി വിട്ടേക്കണേ. അപ്പൊ ഇത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പെണ്ണിനെ ബുദ്ധിമുട്ടാക്കാൻ ഭർത്താവ് പാടില്ലാത്തതാണ്. പക്ഷെ ഒരു ഭർത്താവിന് അങ്ങനെ ഒരു അധികാരം ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. വീട്ടിലേക്ക് കടന്നു വരുന്നവർക്ക് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്താൻ അവർക്ക് അധികാരമുണ്ട്, ഭർത്താവിന് അധികാരമുണ്ട്. അത് പെണ്ണ് മനസ്സിലാക്കണം കേട്ടോ. നമ്മള് അവർക്ക് ഈ വിഷയം മനസ്സിലാക്കി കൊടുക്കാതെ നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് പിന്നെ മറ്റോ വന്ന ഈ വിളിക്കണ്ട, പറയണ്ടോ, ആൻസർ ചെയ്യണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു തെറ്റിദ്ധാരണ വരും, കൺഫ്യൂഷൻ വരും. ഇത് വേണ്ട. വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ മഹാനായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കപ്പെട്ട ആ ഹദീസാണ് നമുക്ക് ഇതിന് സാക്ഷ്യം പറയാം നമ്മുടെ ഉലമാവ്. അതായത് ഒരു പെണ്ണ് വന്ന് പറഞ്ഞല്ലോ നബി തങ്ങളോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട്, നബിയെ എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാണ്, യാത്ര പോയതാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന്. വാപ്പക്ക് അസുഖമാണ് നബിയെ, ഞാൻ എന്റെ വാപ്പയെ പോയി കാണട്ടെയോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ് വലാ തുഖാലിഫി സൗജകി. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ മോളെ. നിങ്ങൾ ഭർത്താവിന്റെ കൽപ്പനയ്ക്ക് എതിര് ചെയ്യണ്ട. ഭർത്താവ് എന്താ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങരുത് എന്നാണ്. ഭർത്താവ് അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഉലമാ ചർച്ച ചെയ്ത ഉപ്പര അങ്ങനെ അത്ര കർക്കശാക്കേണ്ടില്ലായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇടപെട്ടത്? ഭർത്താവിന്റെ ആ ഒരു കൽപ്പനയ്ക്ക് എതിര് സ്വർഗം കിട്ടാനൊക്കെ ചെയ്യുന്നത് ഒരാളെയും ബുദ്ധിമുട്ടാക്കാനല്ല. നോക്കണം എന്താ സംഭവിച്ചത്. പാപ്പ മരിച്ചു, ആ പെണ്ണ് സമ്മതം ചോദിക്കാൻ ആളയച്ചു. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വയ്യല്ലോ, അതുകൊണ്ട് ഒരു കുട്ടി അയച്ചു. നബിയെ
ആ കുട്ടിയോട് പറയാൻ പറഞ്ഞു, നബി തങ്ങളോട് ചോദിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വാപ്പ മരിച്ചിട്ടുണ്ട് നബിയെ, എന്റെ വാപ്പയുടെ ജനാസയെ കാണാൻ വേണ്ടി, ഞാൻ അനുഗമിക്കാൻ വേണ്ടി, ജനാസയുടെ കർമ്മങ്ങൾ ചേരാൻ വേണ്ടി ഞാൻ പോകട്ടെയോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹുദൂരി ജനാസതിഹി, ജനാസയ്ക്ക് സന്നിഹിതയാവാൻ. നബി തങ്ങളുടെ മറുപടി എന്താണ്? ഇത്തഖില്ലാഹ വലാ തുഖാലിഫി സൗജകി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം മോളെ, ഭർത്താവിന്റെ കൽപ്പനയ്ക്ക് എതിര് ചെയ്യല്ലേ എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ സംഭവം ഈ വിഷയത്തിൽ ഭർത്താവിന് അധികാരമുണ്ട് എന്ന് തെളിയിക്കുകയാണ്. അല്ലെങ്കിൽ നബി തങ്ങൾ പറയില്ലേ, വാപ്പയല്ലേ മോൾ മോരെ എന്ന് നബി തങ്ങൾക്ക് പറയാം. നബി ഖാദിയാണ്, നബി ഖാദിയാണ്, അവിടുത്തെ സർവ്വ ജഡ്ജിമാരുടെയും ജഡ്ജിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഖലീഫയല്ലേ ഭൂമിയിൽ. പക്ഷെ നബി തങ്ങൾ പറഞ്ഞ വാക്ക് എന്താണ്? വാപ്പ മരിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങേയറ്റത്തെ വളരെ സെന്റിമെന്റൽ അവസ്ഥയാണ് അല്ലേ, വളരെ കമ്പാഷനേറ്റ് ലീവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്വന്തം വളരെ അടുത്ത ആളുകൾ മരിക്കുമ്പോ. അതുപോലും ഭർത്താവിന്റെ സമ്മതം ഇല്ലല്ലോ, അതുകൊണ്ട് മോളെ നിങ്ങൾക്കത് വേണ്ട എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ വഹി വന്നു, അന്നി ഖദ് ഗഫർതു ലഹാ ബിതഅതി സൗജിഹാ, ആ ഭർത്താവിനെ അനുസരിച്ചത് കാരണം അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തു എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് വഹി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഭർത്താവിന് അങ്ങനെ തടഞ്ഞു വെക്കാനുള്ള അധികാരമുണ്ട്. മറ്റൊരു ബാധ്യതയിൽപ്പെട്ടതാണ് ഭർത്താവിന്റെ സമ്പത്ത് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഗൾഫുകാരായ പെണ്ണുങ്ങളാണത് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു നാട്ടിൽ പറയേണ്ട വേളാണ്. ഭർത്താവ് അയച്ചു തരുന്ന പൈസകൾ എന്ത് ചെയ്യരുത്, നശിപ്പിച്ച് കളഞ്ഞേക്കരുത്. ചുരിദാർ മാറ്റി മാറ്റി എടുത്ത് ഓരോ സൽക്കാരത്തിനും സാരി എടുക്കുക, ഓരോ സൽക്കാരത്തിനും ചുരിദാർ. ടെക്സ്റ്റൈൽസ് തികയോ മോഡലോട് വന്നിട്ട് എങ്ങനെ അതൊക്കെ കച്ചവടം ചെയ്യാം? ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടല്ലോ, മറ്റേ വിട്ടത് പറ്റില്ല, വേറെ ഉണ്ടോ? ഇങ്ങനെ മോഡൽ മുഴുവൻ തെരഞ്ഞത് ടെക്സ്റ്റൈൽസ് കുടുങ്ങാണ്. ടെക്സ്റ്റൈൽസ് ഒക്കെ ആദ്യത്തെ ഒരു കൊല്ലം വിജയിക്കാറുള്ളൂ സാധ്യത ഇല്ലേ. അപ്പോഴേക്ക് പുതിയെന്ന് വന്ന ആൾക്കാർ അങ്ങോട്ട് ഓടും, പിന്നെ പുതിയ ഇപ്പുറത്ത് വന്ന ആൾക്കാർ അങ്ങോട്ട് ഓടും. ഈ മോഡൽ മാറ്റി മാറ്റി തലശ്ശേരിയിലൊക്കെ ലക്ഷക്കാരുടെ ടെൻഷൻ എത്രയാണെന്നറിയോ? കോഴിക്കോടൊക്കെ ഉള്ളത് എത്രയാണ് മോഡൽ കൊണ്ടുവരേണ്ടത്? തലശ്ശേരിക്കാരൊന്നും ഇല്ല ഇവിടെ. ഓരോ സൽക്കാരത്തിനും ഓരോ ഡ്രസ്സല്ലേ ഇപ്പോ. അങ്ങനെ ആയിരുന്നു മുമ്പ്, ഇപ്പൊ ഇല്ലേ അല്ലേ? എത്ര പൈസയാണ് കളയുന്നത്. ഒരു തരം അഭിമാന ബോധമാണത്. എനിക്ക് പുതിയതിടുമ്പോ എനിക്ക് അത്രയും വാങ്ങാൻ പൈസ ഉണ്ട് എന്ന് തോന്നിപ്പിക്കേ ഒന്ന്, അല്ലെങ്കിൽ ഞാൻ വളരെ മോസ്റ്റ് അപ് ടു ഡേറ്റ് ആണ്, ഇപ്പോഴത്തെ പുതിയ കറന്റ് ട്രെൻഡ് എന്താണ് എനിക്കറിയാം, ഞാൻ ഇടുന്ന വസ്ത്രം അതാണ് കാണിച്ച് എന്നറിയിക്കാനോ ഒരു തരം ഈഗോ പ്രശ്നമാണത്. അപ്പോ ഭർത്താവിന്റെ സമ്പത്ത് നശിപ്പിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങളോട് ചോദ്യം വന്ന നബി തങ്ങളോട്, അയ്യുൻ നിസാഇ ഖൈർ, നബിയെ പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല ഖൈറായ പെണ്ണ് ആരാണ് നബിയെ? അല്ലതി തസുറുഹു ഇദാ നദറ, ഭർത്താവ് നോക്കിയാൽ അവൾ സന്തോഷം തിരിച്ചു നൽകുന്നവൾ, അവളാണ് നല്ല ഭാര്യ. വതുതിഉഹു ഇദാ അമറ, വല്ലതും കൽപ്പിച്ചാൽ, അല്ലാഹുവിന് ഇഷ്ടമുള്ള വിഷയം കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വലാ മാലിഹാ ബിമാ യക്റഹ്, അവളുടെ ശരീരം കൊണ്ടോ ഭർത്താവിന്റെ സമ്പത്ത് കൊണ്ടോ വെറുപ്പുള്ളതൊന്നും അവൾ ചെയ്യുകയുമില്ല. അങ്ങനത്തെ ഒരു പെണ്ണ് ഏറ്റവും ഖൈറായ ഭാര്യയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശികൾ ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു, ഭർത്താക്കന്മാരെ സമ്പത്തൊക്കെ ശരിക്ക്. എത്രയോ പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ട് കേട്ടോ. കുട്ടികളോട് പറയും, കുട്ടികളെ നമ്മൾ കഴിഞ്ഞ പെരുന്നാക്കല്ലേ ചെറിയ പെരുന്നാക്കല്ലേ എടുത്തത്, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി അടുത്ത പെരുന്നാൾ വരട്ടെ, അപ്പാക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ, അത് വെയിൽ വിഷമൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുട്ടികളെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, ഉമ്മാക്കും വേണ്ട എന്നാ കുട്ടികൾക്കും വേണ്ട, നമുക്ക് ഇപ്രാവശ്യം ഒന്ന് സഹിച്ചേക്കാം. ഇങ്ങനെ പറയുന്ന നല്ല പെണ്ണുങ്ങളുണ്ട്. അൽഹംദുലില്ലാ. പ്രയാസം ഉണ്ടാവും, അങ്ങനെ ജീവിക്കണം. നിങ്ങൾക്ക് സൗകര്യം റാഹത്തൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാ. ധൂർത്ത് ചെയ്യാത്ത രീതിയിൽ ആയിക്കോട്ടെ, പക്ഷെ എന്ത് ചെയ്ത് സമ്പത്ത് നശിപ്പിച്ച് എറിഞ്ഞു കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറു നിസാഇൻ റകിബിനൽ ഇബ്ല സ്വാലിഹു നിസാഇ ഖുറൈശിൻ, ഒട്ടകം കയറിയ പെണ്ണുങ്ങളിൽ ഏറ്റവും ഖൈറായവർ. ഈ ഖുറൈശികളായ പെണ്ണുങ്ങളൊക്കെ വാഹനം കയറിയിരുന്നു എന്നാ. അന്നത്തെ കാറുപ്പ തന്നെയാണ് അന്നത്തെ ഒട്ടക പുറത്ത് കയറാന്ന് പറഞ്ഞാൽ അന്നത്തെ വാഹനമാണ്. ഖൈറു നിസാഇൻ റകിബിനൽ ഇബ്ല, ഒട്ടകം കയറിയവരിൽ, ഒട്ടക സവാരി ചെയ്തവരിൽ ഏറ്റവും ഖൈറായ പെണ്ണുങ്ങൾ സ്വാലിഹു നിസാഇ ഖുറൈശിൻ, ഖുറൈശികളിലെ നല്ല പെണ്ണുങ്ങളാണ്. അഹ്നാഹു അലാ വലദിൻ ഫീ സിഗരിഹി, കുഞ്ഞിനോട് ചെറുപ്പകാലത്ത് നല്ല സ്നേഹമുള്ള പെണ്ണുങ്ങളാണ് അവർ. വറആഹു അലാ സൗജിൻ ഫീ ദാതി യദി, ഭർത്താവിന്റെ കയ്യിലുള്ള പൈസ അത് എന്റേതു കൂടിയാണെന്ന ചിന്തയിൽ നശിപ്പിച്ചു കളയാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന പെണ്ണുങ്ങളും ഖുറൈശി പെണ്ണുങ്ങളായ ആ പെണ്ണുങ്ങളാണ് നല്ലവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി തങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അവസാനത്തെ സമ്മറി 23 വർഷക്കാലം നബി തങ്ങൾ ചെയ്യുന്ന ദഅവത്തിന്റെ സമ്മറി കൊടുക്കുക നബി തങ്ങൾ അവസാനം ശരിക്കും ക്യാപ്സൂൾ ആയിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണമൊക്കെ നമ്മൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ കുറെ കേട്ടിട്ടോ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഹെഡ്ലൈൻസ് മാത്രം പറഞ്ഞ പ്രഭാഷണമാണത്. ഹെഡ്ലൈൻസ്. അതുകൊണ്ടാണ് അതിന്റെ ഏറ്റവും വലിയ ദൈർഘ്യം 20-25 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതും വലിയൊരു അത്ഭുതമാണ്. ദീർഘമായ 2 മണിക്കൂർ ഒന്നും നബി തങ്ങൾ ഒരിക്കലും വാദ പറഞ്ഞിട്ടില്ല എന്നാണ്. അത് ജനങ്ങളോട് ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടാണെന്നാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെ പറഞ്ഞാൽ മൂലയ്ക്ക് ബസ് ഫെയർ കിട്ടൂല, ചോറും കിട്ടൂല, വന്ന വഴിക്ക് സംഘാടകരെ കാണാൻ പോലും കിട്ടൂല. 20 മിനിറ്റ് നബി പറഞ്ഞ വേണ്ട അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് നിർത്തിയാലേ നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പറയണം. ശരിക്ക് കാര്യം പറയുകയാണെങ്കിൽ 20 മിനിറ്റ് ഒക്കെ പോലെ. നമ്മൾ നിർത്തല്ലേ? صلاة جل صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. എല്ലാവരും എഴുന്നേൽപ്പിച്ചാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാക്കാറ് അല്ലേ? എഴുന്നേൽക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലേ? എഴുന്നേൽക്കാൻ ആഗ്രഹം നമ്മൾ എഴുന്നേറ്റ് ചൊല്ലുക. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കൈ കാലൊക്കെ കുറഞ്ഞു അല്ലേ? കാലൊക്കെ മടങ്ങിയിരിക്കുമ്പോൾ എൻ്റെ ഒരു ഇടങ്ങേറ് ചിലപ്പോൾ തിരക്ക് വന്നിട്ടുണ്ടാവും. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. كان يا كاين تلفك مارني ശരിക്കും പറഞ്ഞാൽ നിൽക്കണവർക്ക് ഇരിക്കണവർക്ക് നേരെ മാറി കൊടുക്കണല്ലേ ഈ ഓരോ ഗ്യാപ്പിലും. അടുത്ത ഗ്യാപ്പാകുമ്പോൾ ഒരു ഒന്നിരിക്കുക പിന്നെ മാറി കൊടുക്കുക. അങ്ങനെ ഒരു സ്വാപ്പിംഗ് ആവശ്യമായിരുന്നു. ആട്ടെ അപ്പൊ ആദ്യം വരുന്നവർക്കില്ല ആ ഒരു കൂലി പോലും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ചെയ്യിക്കാത്തത്. ജുമാക്കൊക്കെ ഉണ്ടല്ലോ അവസാനം പുറപ്പെടുത്തിട്ട് വരുന്നത് പള്ളിക്ക്. എന്നിട്ട് അവർ സർവ്വ ആൾക്കാരെ ഷോൾഡറും ചവിട്ടി ഇമാമിന്റെ 1ാം സ്വപ്നോ എത്തും. സലാം വീട്ടി അപ്പം നീക്കും ചെയ്യും അവന്റെ മുസ്ലിം പിടിച്ചിട്ട്. എന്നാ പിന്നെ വേക്കിൽ ഇരുന്ന പോലെ ഇരുന്നോ? അപ്പൊ ആദ്യം വരുന്നവർക്കുള്ള പ്രയോരിറ്റി അല്ലേ? അത് അവർക്കുള്ള അതാണ്. അപ്പൊ ആദ്യം പോയിരിക്കുന്നവരോട് ഇരിക്കട്ടെ, അവർ തന്നെയാണ് അതിന് അർഹര എന്ന് പറഞ്ഞ പോലെ. എല്ലാറ്റിനും അങ്ങനെ ഉണ്ടാവുന്നതാണ്. ഏതൊരു നന്മക്കും ചിലരുണ്ടാവും ഇനിയിപ്പോ പോയ ബസ് പോയിട്ടുണ്ടാവും. അങ്ങനെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോവാതെ കഴിച്ചിലായി പോയ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ പോയ ബസ് കിട്ടൂല, ഇപ്പൊ പോയിട്ടുണ്ടാവും, ഉറപ്പാ പോയിട്ടുണ്ടാവുന്ന ഇവിടെ ബസ് വരുന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പറഞ്ഞു രണ്ടാളുണ്ട്. അവരിവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? നമ്മളെ വടകര ഭാഗത്തെല്ലാം 2 സുഹൃത്തുക്കളുണ്ട്. അതുപോലെ അങ്ങനെ കുറെ ചെറുപ്പകാലത്ത് ബസ് കളഞ്ഞിട്ടുണ്ടെന്നാ സ്കൂളിൽ പോകാൻ. ഇപ്പൊ പോയ ബസ് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ ചിലര് ഒന്ന് പോയി നോക്കുക. ചിലപ്പോ ഇന്ന് ബസ് ലേറ്റ് ആണെങ്കിലോ അങ്ങനെ പോണവരുണ്ട്. ചിലർ പറഞ്ഞിപ്പാടെ തിരക്കാകാർ അവിടെ ശരി ഞാൻ പോണില്ല എന്ന് റൂമിലിരിക്കുന്നു. പോയൊക്കെ എങ്ങനെ കുത്തിത്തിരിക്കാൻ ഒരു സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ കാര്യം ഇരിക്കാലോ അങ്ങനെ ചിന്തിച്ചു വരുന്നവരുണ്ടാവും. എപ്പോഴും നന്മക്ക് വളരെ മുന്നോട്ട് വരുന്നവരും പിന്നോട്ട് അടിച്ച് നിൽക്കുന്നവരുണ്ട്. അതില് ആ ആവേശത്തിനനുസരിച്ച് കൂലി കൊണ്ടുപോകുന്ന അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇലെ ആ പ്രഭാഷണത്തിലാണ് പറഞ്ഞത്, ലാ തുൻഫിഖ് ഇംറഅത്തുൻ ഷൈഅൻ മിൻ ബൈതി സൗജിഹാ ഇല്ലാ ബിഇദ്നി സൗജിഹാ. ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കുന്ന ഒരു പെണ്ണും ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒന്നും ചെലവഴിക്കരുത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഖസ്വായുടെ ഒട്ടകപ്പുറത്തുള്ള ആ ഒരു പ്രഭാഷണം ആലോചിക്കണം. തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് 1,23,000 സഹാബികൾ. 1,23,000. നബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുബല്ലിഗീങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഏറ്റു പറഞ്ഞു കൊടുക്കുകയാണ്. തങ്ങളുടെ പ്രഭാഷണം ഏറ്റു പറഞ്ഞു കൊടുക്കുകയാണ്. ലാ യുൻഫിഖ് ഇംറഅത്തുൻ മിൻ മാലി സൗജിഹാ. ഒരു പെണ്ണും തന്റെ ഭർത്താവിന്റെ മിൻ ബൈതി സൗജിഹാ ഇല്ലാ ബിഇദ്നി സൗജിഹാ. ഭർത്താവിന്റെ സമ്മതമല്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പാടുള്ളതല്ല. ഇപ്പൊ ഭർത്താവിന് ഒരു വീടുണ്ട് അല്ലേ? നബിയെ ഭക്ഷണം കൊടുക്കാൻ പറ്റൂലേ? നബിയെ ഭർത്താവിന്റെ വീട്ടിലുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റൂലേ? ഒന്നും കൊടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു. ഭക്ഷണമോ
ദാലിക അഫ്ദലു അംവാലിന, നമ്മുടെ സമ്പത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ഭക്ഷണം തന്നെയല്ലേ, അതും പറ്റൂല എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ എക്സെപ്ഷൻ ഉള്ളത് എന്താന്ന് ഇനി വരും. റുതബ് ഇല്ല റുതബ, പച്ചക്കാരക്കയല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ നമ്മുടെ ഉലമാ വ്യാഖ്യാനം കൊടുക്കുന്ന ഹദീസിനെ അപഗ്രഥനം ചെയ്യുന്നത് ഉണക്കക്കാരക്ക കൊടുക്കാൻ പറ്റൂല എന്ന് തന്നെയാണ്. പച്ചക്കാരക്ക എന്താ കുറച്ചു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോയി പോകും, കേടായി പോയി പോകും. അപ്പൊ വളരെ കേടാവാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ ഭർത്താവിന്റെ സമ്മതമില്ലെങ്കിലും ഒഴിവാക്കാം, മറ്റുള്ളവർക്ക് കൊടുത്തേക്കാം, കാരണം അതല്ലെങ്കിൽ നശിച്ചു പോകുമല്ലോ. അതുകൊണ്ടാണ് പച്ചക്കാരക്കയെ പറഞ്ഞത് സ്വല്ലല്ലാഹു. ഉണങ്ങിയത് അവിടെ ഒന്നോട്ടെ, ഭർത്താവിന്റെ സമ്മതം കൊടുത്താൽ മതി. ഭർത്താവ് പറഞ്ഞു ഇവിടെ ആര് വന്നാലും വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തേക്കണം, എന്നാ പിന്നെ ഒരു കുഴപ്പമില്ല. സമ്മതമില്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല. ചില ഭർത്താക്കന്മാർക്ക് അങ്ങനെ പിശുക്കുണ്ടാവും, എന്ത് ചെയ്യാൻ പറ്റും? ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ, ഹിന്ദ് റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബയുടെ വാപ്പ മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അവരുടെ ഭാര്യയാണ് ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ. അവർ വന്ന് ചോദിച്ചില്ല നബിയെ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ എന്നവർ റജുലുൻ ഷഹീഹുൻ, വല്ലാതെ പിശുക്കുള്ള ആളാണ്, അതുകൊണ്ട് ഭർത്താവ് അറിയാതെ എന്തെങ്കിലും ഭർത്താവിൽ നിന്ന് എന്റെ കുട്ടികൾക്കും എനിക്കുമുള്ള ചെലവിലെടുക്കാൻ പറ്റുമോ നബിയെ എന്ന് വന്ന് ചോദിച്ചു ഹിന്ദ് റളിയല്ലാഹു തആല. മക്ക ഫതഹിന്റെ ശേഷമാണത്. അവരൊക്കെ അപ്പോഴാണ് മുസ്ലിമീങ്ങളായത്. ഹംസ റളിയല്ലാഹുവിന്റെ കരളൊക്കെ കടിച്ച് മഹദി പിന്നീട് അല്ലാഹുക്കെ പുറത്തു കൊടുത്തു. അവര് പിന്നെ മഹദിയാണ്, സുഹാബിയത്താണ് ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ. അബൂ സുഫിയാൻ എന്നവരാ ഭർത്താവ്. റജുലുൻ ഷഹീഹുൻ, ഭയങ്കര പിശുക്കനാണ് നബിയെ, എനിക്കും എന്റെ കുട്ടികൾക്കുമുള്ള ചെലവിന് തികയുന്നത് പോലും തരുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും കുറി കൂടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാ, പൈസ എടുത്തു വെക്കുക. കുഴപ്പമൊന്നുമില്ല, ഭർത്താവിനോടൊന്ന് അന്വേഷിക്കണം. അതല്ല, അവർക്ക് ചെലവിനയക്കുന്ന 5000-ൽ നിന്ന് 4000 കൊണ്ട് ചെലവ് തീർത്ത് 1000 അവർ ബാക്കി വെക്കുകയാണ്. വളരെ നല്ല പെണ്ണാണ്, അങ്ങനെ ചെയ്തേക്കണം. അല്ലാതെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 100 റുപ്യ ഒരാഴ്ച 200, ഇപ്പുറത്തുനിന്ന് ഒരു 200, ചിലപ്പോ കണക്കറിയാത്തവരുണ്ടാവും, എത്രയാണ് പോയത് വന്നത് എന്നറിയാത്തവര്. ഇവളത് നല്ല ഉദ്ദേശത്തിലാ, പക്ഷെ ഇത് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു. ഇങ്ങനെ നമ്മുടെ ഉലമാ ഈ ഹദീസിൽ നിന്ന് പഠിക്കുന്ന മറ്റൊരു വിഷയം, ഒരു മനുഷ്യന്റെ അത്യാവശ്യ വിഷയങ്ങൾക്ക് ഹക്കടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാളുടെ കുഴപ്പങ്ങൾ പറഞ്ഞാൽ അത് ഗീബത്തായി മാറുകയില്ല എന്ന് പഠിപ്പിക്കാനാണ്. കാരണം ഇതൊരു ഗീബത്താണ്. ഭർത്താവ് പിഷ്കനാന്നല്ലേ വന്ന് പറയുന്നത്, അത് നബി തങ്ങൾ പെണ്ണെ ഞങ്ങൾ ഗീബത്ത് പറഞ്ഞു, അത് പറയാൻ പാടില്ല എന്ന് ഹിന്ദ് റളിയല്ലാഹു അൻഹയെ തിരുത്തി കൊടുത്തില്ല. എന്തേ കാരണം? അത് അവരുടെ ഒരു ഹക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അവകാശവുമായി. അവൾ ഭാര്യയാണ്. അപ്പൊ പിന്നെ ഭർത്താവിന്റെ ഒരു വിഷയം പറഞ്ഞു, അവരുടെ അവകാശത്തെ സംബന്ധിച്ചുള്ള ചോദ്യമല്ലേ, അവിടെ ഗീബത്ത് വരുന്നില്ല എന്ന് പഠിപ്പിക്കാൻ. ഭയങ്കര സംഭവമാണല്ലേ ഗീബത്തൊക്കെ പറഞ്ഞതേ. അതൊക്കെ ശരിക്കും മനസ്സിലാക്കിയുണ്ടല്ലോ. നമ്മളൊക്കെ ആകെ പേടിച്ചു. നമുക്ക് ഇട്ടെടുത്ത കുപ്പായം വരെ ഉണ്ടാവില്ല ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ. സുബ്ഹാനല്ലാഹ്. പിന്നില്ലേ നമ്മുടെ അമല് ഒക്കെ കൊടുത്തു പോയിട്ടുണ്ടാവും. ആകെ എല്ലാ സംഗതിയും ഒക്കെ കൊടുത്ത് തീർത്ത് ഒന്നുമില്ലാതെ കയ്യും വീശി പോകേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഹിന്ദു, ഹിന്ദേ, നിങ്ങളുടെ ഭർത്താവ് അബൂ സുഫിയാൻ എന്നവരുടെ സമ്മതമില്ലെങ്കിലും ഖുദി, നിങ്ങൾക്ക് എടുക്കാം, മാ യക്ഫി മാ തക്ഫി മുഅനതകി വഇയാലകി, നിങ്ങളുടെ കുട്ടികളുടെയും നിങ്ങളുടെയും ചെലവിന് ആവശ്യമായത് അത്രമാത്രം അതെടുക്കാൻ പറ്റില്ല. ഈ കുട്ടിക്ക് ചെറിയൊരു മോതിരം വാങ്ങാൻ അതെടുക്കാൻ പറ്റില്ല. ചെലവിന് നിങ്ങൾക്കും ആവശ്യമുള്ളത് മാത്രം ഭർത്താവിന്റെ സമ്മതമില്ലാതെയും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് ഹിന്ദ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ മറ്റൊരു വിഷയത്തിനും അവനവന്റെ ചെലവിനുള്ളത് അവൾക്ക് എടുക്കാം, അങ്ങനെ തരാത്ത ഭർത്താവാണെങ്കിൽ. എന്നല്ലാതെ മറ്റൊരു വിഷയത്തിലും സ്വന്തം പൈസയാണെന്ന് കരുതിയിരുന്ന രീതിയിൽ ഭർത്താവിന്റെ എടുത്ത് കൊടുക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഏതെങ്കിലും ഒരു പെണ്ണങ്ങനെ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ആൾക്ക് കാന ലിസൗജി അജ്റുഹു വകാന അലൈഹാ ഇസ്മുഹു, ആ ചെയ്തതിന്റെ കുറ്റം അവൾക്കും ആ പൈസയെ സ്വതക്ക പോയതിന്റെ കൂലി ഭർത്താവിനും ലഭിക്കുമെന്നാണ്. ഭർത്താവ് അങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞു, അവൾ എടുത്തു കൊടുത്തു, അതൊരു സ്വതക്കയാണ്. പക്ഷെ അവൾ ചെയ്ത തെറ്റാണ്, അതിന് കുറ്റം അവൾക്കുണ്ട്. ആ സ്വതക്കയുടെ കൂലി ആരാ വാങ്ങിക്കുക? ഭർത്താവാണ് വാങ്ങിക്കുക. അവർക്ക് ഭർത്താവിന് കൂലി കിട്ടും. അത് പല വിഷയങ്ങളും ശറ അങ്ങനെ. നമ്മുടെ കടം, നമുക്കൊരാൾ കടം തിരിച്ചു തരാൻ നമ്മളൊരു പക്ഷെ മറന്നേക്കും ചിലപ്പോൾ. അപ്പൊ ആരൊക്കെയാണ് കടം തരാനുള്ളത് അത് മറന്നിട്ടുണ്ടാവും.
നമ്മളത് മറന്നാൽ തന്നെയും വാങ്ങിച്ചവര് മറക്കാൻ പാടില്ലല്ലോ. വാങ്ങിച്ചവരൊരിക്കലും മറക്കരുത്. അത് പരസ്പരം ദുനിയാവിലെ ജീവിതത്തിന്റെ ആ ഒരു ഹക്കടപാടിന്റെ കാര്യങ്ങളാണ്. അതൊരിക്കലും അങ്ങനെ മറന്നുപോയാൽ മറ്റോ വിചാരിക്കും ഞാൻ കൈസലായി പോയല്ലോ, അയാൾക്ക് ഓർമ്മ ഉണ്ടായില്ലല്ലോ എന്ന്. സംഗതി അവൻ ചെയ്തത് കുറ്റമാണ്. ആ പൈസ അവന്റെ കയ്യിൽ പറ്റിയത് ഇയാൾ ചെയ്ത സ്വതക്കയായി കണക്കാക്കുമെന്നാണ്. എത്രത്തോളം നമ്മൾ കൃഷി ചെയ്തു, നമ്മുടെ കൃഷിയിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ എടുത്ത സസ്യജാല മൃഗങ്ങളോ പക്ഷികളോ തിന്നുപോകുന്നുണ്ടോ അതൊക്കെ സ്വതക്കയാണ്. എന്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് കൃഷിക്കാർക്ക് ഒരുപാട് സ്വതക്കയുടെ കൂലി കിട്ടുന്ന ഈ പക്ഷികളും മറ്റൊക്കെ തിന്നുപോയിട്ട് അതൊക്കെ സ്വതക്കയാണ്. അതൊക്കെ സ്വതക്കയാണ്. നമ്മുടെ ഹക്കടപാടുകൾ നഷ്ടപ്പെട്ടു പോയാൽ അത് നഷ്ടപ്പെടുത്തിയ ആൾക്ക് കുറ്റമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സ്വതക്കയാണ്. എന്ന പോലെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ എടുത്തു കൊടുത്താൽ ഭർത്താവിന്റെ സ്വതക്കയുടെ കൂലി കിട്ടും. അവളെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റകരവുമാണ്. അപ്പൊ നമ്മൾ 3 വിഷയങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഒന്ന്, ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെ ഒരാളെയും വീട്ടിലേക്ക് കടത്താൻ പാടില്ല പെണ്ണ്. ഭർത്താവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അവൾക്ക് പുറത്തു പോവാതിരിക്കാൻ ഭർത്താവിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റും. അത് പെണ്ണ് മനസ്സിലാക്കണം. അതനുസരിച്ചാൽ അവർക്ക് ഖൈറുണ്ടാവും. പക്ഷേ ഭർത്താവ് ഒരിക്കലും സ്വന്തം അടുത്ത കുടുംബങ്ങളുമായുള്ള ഇടപെടൽ, അയൽവക്കക്കാരുമായുള്ള ഈ ബന്ധങ്ങളിൽ ഒരിക്കലും വിഘാതം വരുന്ന രീതിയിൽ, തടസ്സം വരുന്ന രീതിയിൽ ചർച്ച ചെയ്യാൻ പാടില്ല. എന്റെ വാപ്പയുമ്മയെ കാണാൻ പാടില്ല എന്ന് പറയരുത്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഖുർആൻ പറഞ്ഞു, എന്ത്? നിങ്ങൾ ഏറ്റവും നല്ല രീതിയിലാണ് പെരുമാറേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഭാര്യയോട് നിന്റെ വാപ്പയെ നീ കാണാൻ പോവാൻ പാടില്ല എന്നോ ഉമ്മയെ നീ കാണാൻ പോവാൻ പാടില്ല എന്നോ ഭർത്താവ് പറഞ്ഞേക്കരുത്. അങ്ങനെ പറഞ്ഞാൽ അവൾ അതനുസരിക്കേണ്ടവളാണ്. പക്ഷെ ഭർത്താവ് അങ്ങനെ പറഞ്ഞേക്കരുത്. കാരണം അള്ളാഹു ഭർത്താവിനോട് പറഞ്ഞത് നല്ല നിലക്കാണല്ലോ അവരുടെ കൂടെ ജീവിക്കേണ്ടത്. അവരുടെ കുടുംബവുമായി അകറ്റിയാൽ അത് നല്ല ജീവിതത്തിനെതിരാണല്ലോ, ചെയ്തു പോകരുത്. മൂന്നാമത് പറഞ്ഞ വിഷയം, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭർത്താവിന്റെ സമ്പത്ത് അവൾ സൂക്ഷിക്കേണ്ടവളാണ്. സമ്മതമില്ലാതെ എന്ത് ചെയ്യരുത്? സ്വതക്ക പോലും എടുത്തു കൊടുക്കാൻ പാടില്ല. അടുത്ത് മനസ്സിലാക്കേണ്ടത്, ഭർത്താവിന് സാധിക്കാത്തത് ഒരു ഭാര്യയും ചോദിച്ച് ബുദ്ധിമുട്ടാക്കരുത്. സാധ്യമല്ലാത്തത് കൂട്ടുകാരികളെ നോക്കിയിട്ട്, അയൽപക്കത്തേക്ക് നോക്കിയിട്ട് അവിടെ അതുണ്ട് എനിക്കിതില്ലല്ലോ, അവൾക്ക് അതുണ്ട് എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഭർത്താവിനെ ബുദ്ധിമുട്ടാക്കരുത്. എന്നൊക്കെ ബുദ്ധിമുട്ടാക്കുന്നൊക്കെ പറഞ്ഞ ഒരു S5 S4 ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞാൽ അല്ലെ, നമ്മളിവിടെ നോക്കിയതിന്റെ ഏതെങ്കിലും ചെറിയ ഫോണൊക്കെ എടുത്തിട്ടാക്കാരം നടക്കുക. എന്താണ് ഒരു വാട്സപ്പ് നോക്കാൻ പറ്റുന്ന ഒരു വരക്കാൻ പറ്റുന്ന ഫോണില്ലാതെ എങ്ങനെ അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാന്നൊക്കെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാവുക. നമ്മൾ ഉടച്ചേ നമ്മളൊരു 60 റുപ്യക്ക് 70 ദിർഹമിന് കിട്ടുന്ന ഫോൺ ഉണ്ടെങ്കിൽ അത് മതി. ബുദ്ധിമുട്ടാക്കി ഇടങ്ങാറാക്കി ചോദിക്കരുത്. മൊബൈലൊന്നും ചോദിക്കരുത് തന്നെ അർത്ഥം. പെണ്ണുങ്ങളോടൊക്കെ പറയും, ഈ ക്ലിപ്പ് നല്ലോണം വിട്ടെടുത്തേക്ക്, കുറെ പൈസക്ക് ലാഭം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. തങ്ങൾ ബനു ഇസ്രായേൽ സന്തതികൾ നശിക്കാനുള്ള കാരണം വിവരിച്ച ഒരു ചർച്ചയിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബനു ഇസ്രായേൽ ഒരുപാട് അമ്പിയാക്കന്മാർ വന്നവരാ. ഇസ്രായേലിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അലൈഹിസ്സലാം, യാക്കൂബ് നബിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്, അറിയാമല്ലോ. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിന്റെ മക്കൾ എന്നാ. അപ്പൊ അവരുടെ മക്കളായിട്ട് ഇന്നിപ്പോ മിഡിൽ ഈസ്റ്റിലൊക്കെ കാണുന്ന അറബികളും അല്ലാത്തവരും ഒക്കെ യാക്കൂബ് നബിന്റെ പരമ്പരയിൽ വന്ന ആളുകളാണ്. അതുകൊണ്ട് ബനു ഇസ്രായേൽ, യാ ബനി ഇസ്രായേല എന്നൊക്കെ ഖുർആനിൽ വരാൻ കാരണം. അങ്ങനെ ഒരു സംശയം ഉണ്ടോ? എനിക്ക് എന്റെ സ്കൂളിലെ ഒരു അധ്യാപകൻ ഖുർആന്റെ പരിഭാഷയൊക്കെ വായിച്ചിട്ട്, ഇങ്ങനെ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അവരെന്നോട് പറഞ്ഞു, അല്ല ഇതിൽ ഇസ്രായേലിനെ പറ്റി നല്ലോണം പറയണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ നബിക്ക് അതൊക്കെ നിങ്ങളുടെ പ്രവാചകൻ ഒരു ഇപ്പോഴത്തെ രാജ്യത്തെ കുറിച്ചാണ് ഈ പറയണത്. ഞാൻ പറഞ്ഞ അതല്ല, അത് ഇസ്രായേൽ സന്തതികളെ എന്നല്ലേ, ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ. അത് യാക്കൂബ് നബിയുടെ മക്കൾ, ആ ട്രൈബ്സിനെ കുറിച്ചുള്ള പരാമർശമാണ്, രാജ്യത്തെ കുറിച്ചുള്ളതല്ല എന്നൊക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ അത് ഒരു മോശപ്പെട്ട ഒരു രാജ്യമായതുകൊണ്ട് നമ്മൾ ആ പേരിനെ തെറ്റിദ്ധരിക്കും. ആ പേര് എനിക്ക് യാക്കൂബ് നബിന്റെ പേരാണ് അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ ഹലക ബനു ഇസ്രായീൽ, ബനു ഇസ്രായേലുകൾ, ഇസ്രായേൽ മക്കളിലെ ഏറ്റവും ആദ്യത്തെ നാശം, അന്നംറഅത്തൽ ഫഖീരി, പാവപ്പെട്ട മിസ്കീനായ ഒരു മനുഷ്യന്റെ ഭാര്യ, കാനത് തുകല്ലിഫുഹു മിന الثിയാബി അവി الضിയ മാ തുകല്ലിഫു ഇംറഅത്തുൽ ഗനിയ്യി, മുതലാളിയുടെ ഭാര്യ ചോദിക്കുന്ന പോലെ പാവപ്പെട്ടവനോട് അയാളുടെ ഭാര്യ വസ്ത്രവും മറ്റു അലങ്കാര വസ്തുക്കളും വേണമെന്ന് ചോദിച്ചത് കാരണമാണ് ആദ്യമായി ഇസ്രായേൽ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇനി നമ്മുടെ കുടുംബങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുക അല്ലേ? അവര് ചുരിദാർ വേണമെന്നു ഉമ്മ പറഞ്ഞു, പൊന്നാര മോളെ ആ ഒരു 1500 ധാരാളം അല്ലേ? അല്ലമ്മ അത് 5500 നിന്റെ വിലയ്ക്ക് തന്നെ വേണം. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മുതലാളിയുടെ ഒരു ഭാര്യ ചോദിക്കുന്നത്, പാവപ്പെട്ടവന്റെ ഒരു ഭാര്യ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇസ്രായേൽ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയാണ്. ലാ യൻദുറുല്ലാഹ്, അല്ലാഹു നോക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് പെണ്ണുങ്ങളെ കേൾക്കണേ. ലാ യൻദുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ, ഒരു പെണ്ണിലേക്ക് കാരുണ്യത്തിന്റെ റബ്ബിന്റെ കടാക്ഷം ഉണ്ടാവില്ല. ലാ തഷ്കുറു ലിസൗജിഹാ, സ്വന്തം ഭർത്താവിനോട് നന്ദി എന്ന് പറയാത്തവൾ, നന്ദിയുണ്ട് എന്ന് പറയാത്തവൾ, തൻ സ്വന്തം ഭർത്താവിന് നന്ദി ചെയ്യാത്തവൾ. വഹിയ ലാ തസ്തഗ്നി അൻഹു, എവിടെ? ഈ ഭർത്താവിന്റെ ആശ്രിതയായി അവൾ കഴിയുകയാണ്. ഈ ഭർത്താവാണ് അവളെ ചെലവിന് നോക്കുന്നത്, ആ ഭർത്താവാണ് അവൾക്ക് താമസവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നത്. എന്നിട്ട് ഒരിക്കലെങ്കിലും നന്ദി എന്ന് പറയാത്തവർ. നമ്മൾ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണ്ടേ? ശരിക്കും നമ്മൾ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ അവരോട് നന്ദി, ഭക്ഷണം നന്നായിട്ടുണ്ട് കേട്ടോ, നമ്മൾ നന്ദിക്ക് പറഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ താങ്ക്സ് എന്ന് പറഞ്ഞോളൂ. ഞങ്ങള് മലയാളം എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നന്ദി എന്നൊക്കെ റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്നാ കേട്ടത് അല്ലേ? അല്ലെങ്കിൽ വല്ല മൊബൈൽ കോൾ സെന്ററുകളൊക്കെ ഓട്ടോമാറ്റിക് പറയുകയാണെങ്കിൽ നന്ദി. നമ്മൾ മലയാളികളൊന്നും ഉപയോഗിക്കാത്തൊരു വാക്കായി പോയിട്ടുണ്ട് നന്ദി എന്നൊക്കെ പറയാം. എന്തോ ഒരു കന്നഡയൊക്കെ പറയാനൊക്കെ തോന്നിപ്പോ അല്ലേ? മലയാളം ഒന്നും അല്ലേ. നന്ദി പറയാ, താങ്ക്സ് പറയാ, ശുക്രൻ എന്ന് പറയാ, നന്നായിട്ടുണ്ട്, ഒരു പ്രശംസിക്കുക, ഒരു അതിനെ പുകഴ്ത്തി പറയാ, സന്തോഷം അറിയിക്കുക. അത് അവർ ഇങ്ങോട്ടും ചെയ്യണമെന്നാണ്. ഭർത്താവിനോട് അവർ ചെയ്യുന്നത് ബാധ്യതയാണ്, നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത് അവരോട് നമ്മൾ ചെയ്യുന്ന സൽസ്വഭാവമാണ്. ഭർത്താവ് നന്ദി ചെയ്യേണ്ട ആളാണ്, പക്ഷെ ഭർത്താവിന്റെ ബാധ്യതപ്പെട്ടത്. എന്റെ കാരണം എന്താ? ഈ ഭർത്താക്കന്മാർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. അതാണ് അവർക്ക് ഈ വക കാര്യങ്ങൾ നോക്കി നടക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയില്ല എന്ന്, ചിലപ്പോൾ അത് ചിന്തയിൽ ഉണ്ടായില്ല എന്ന് വരും, ചിലപ്പോൾ അത് പറയാൻ തോന്നിയില്ല എന്ന് വരും. അത്രയും പ്രശ്നങ്ങൾ തലയിൽ കൊണ്ടു നടക്കുന്ന. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരോട് ഇത് അല്ലാഹു ബാധ്യതയാക്കാതിരുന്നത്. കാരണം നമ്മൾ ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളാണ്. لا تشكر لزوجها അസ്മാ ബിൻത് സയ്യിദ് അൻസ്വാരി റളിയല്ലാഹു അൻഹ അവർ പറയാണ്, എന്റെ അരികത്ത് കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി. അപ്പൊ എന്റെ സമപ്രായക്കാരികളായ പെണ്ണുങ്ങൾ എന്റെ കൂടെയുണ്ട്. തങ്ങൾ ഞങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ നബി തങ്ങളുടെ സലാമിന്റെ മറുപടിയും കൊടുത്തു. നബി തങ്ങൾ ഈ ഉമ്മത്തികളുടെ വാപ്പയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയ്യാകുന്ന വകുഫറൽ മുനഅമീൻ, പെണ്ണുങ്ങളെ സൂക്ഷിക്കണം കേട്ടോ. ആരോട്? ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളോട്, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളോട് പറയാ, വകുഫറൽ മുനഅമീൻ, കുഫ്റുൽ മുനഅമീൻ നിങ്ങൾ ചെയ്യരുതേ എന്ന്. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് വമാ കുഫ്റുൽ മുനഅമീൻ, എന്താണ് കുഫ്റുൽ മുനഅമീൻ? മുനഅം എന്ന് പറഞ്ഞാൽ നിഅമത്ത് കിട്ടിയ ആളുകളുടെ നന്ദികേട്. എന്താണ്? പറഞ്ഞു, ലഅല്ല ഇഹ്ദാകുന്ന തതൂലു അയ്മതുഹാ മിൻ അബവൈഹാ, എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ചില പെണ്ണുങ്ങൾ നിങ്ങളിൽ കല്യാണം ഉണ്ടാകുന്നത്. സ്വന്തം ഉപ്പാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് അകന്ന് ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ ഒരുപാട് കാലം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. സുമ്മ യർസുഖുഹാ അല്ലാഹു സൗജ, പിന്നെ അല്ലാഹു അവൾക്ക് ഒരു ഭർത്താവിനെ തരുന്നില്ലേ? വയർസുഖുഹാ മിൻഹു വലദൻ, ആ ഭർത്താവിൽ നിന്ന് അവൾക്കൊരു കുഞ്ഞിനെയും അല്ലാഹു കൊടുക്കുന്നു. ഫതഗ്ലബുൽ ഗളബ, അങ്ങേയറ്റത്തെ ദേഷ്യം, അവൾ ദേഷ്യപ്പെടുന്നു. ഫതക്ഫുറു, അങ്ങനെ അവൾ കുഫർ ചെയ്യുന്നു, നന്ദികേട് ചെയ്യുന്നു. അവൾ പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, ഒരു നന്മയും നിങ്ങളിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ മക്കളുടെ ബലത്തിൽ പറയുന്നില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ മക്കൾക്ക് ഒരു 10-25 വയസ്സായി ഒരു ഗൾഫിലൊക്കെ വന്ന് അധ്വാനിക്കാൻ തുടങ്ങിയാൽ പാവമായി കിടക്കുന്ന വാപ്പന്മാരോട് ചില ഉമ്മമാര് ചെയ്യുന്ന ഡയലോഗാണിത്. മകൻ വന്നപ്പോഴേ ഉമ്മാക്ക് നല്ല മൊബൈൽ ഫോണ്, ഉമ്മാക്ക് ലാപ്ടോപ്പ്. ആ മോനെ, നിന്റെ വാപ്പയ്ക്ക് 30 കൊല്ലാണ് ദുബൈയിൽ ജീവിച്ചത്. ആ കാലത്തിലേക്ക് ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ട് അവർക്ക് തോന്നിയിട്ടില്ലല്ലോ. മൂപ്പരക്ക് ചെയ്യൂല, എനിക്കതറിയാം. മൂപ്പരതിനെ പറ്റി ആരോടായി പറയുന്നത്? സ്വന്തം ഭർത്താവിനോട്. എപ്പോഴായി പറയാന്നറിയോ? മക്കൾ വലുതായി വന്നാൽ. മക്കൾ വലുതായ പിന്നെ ഉമ്മാർക്ക് ഒരു തോന്നൽ വരും, ഇനിയിപ്പോ ഭർത്താവ് ഇല്ലെങ്കിൽ എന്നെ കുട്ടി നോക്കുമല്ലോ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് അരുത് കേട്ടോ, ഒരിക്കലും ചെയ്തു പോകരുതേ. മക്കളൊക്കെ വലുതായി വന്നിട്ട് ഭർത്താവിനെ വലിച്ചെറിയുന്ന രീതിയിൽ ഒരു നന്മയും ഭർത്താവ് ചെയ്തിട്ടില്ല എന്ന് സ്വന്തം കുട്ടികളുടെ വാപ്പയോട് നിങ്ങൾ മുഖത്ത് നോക്കി പറയും. അത് നിങ്ങൾ ചെയ്യരുതേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അനുഭവങ്ങളില്ലേ? മക്കൾ വലുതാകുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും.
ഈ കുട്ടി ഉണ്ടായത് ഈ ഭർത്താവിൽ നിന്നാണെന്ന് പോലും മറന്നു പോകും. പിന്നെ കുട്ടിയാണ് അങ്ങനെ ഉണ്ടാവും. കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ തന്നെ നോക്കൂല, അങ്ങനത്തെ ഉണ്ട്. കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ സ്നേഹിക്കൂല, അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ട്. അതും ചെയ്യരുത്. ഈ കുട്ടി ഉണ്ടായത് ഭാര്യയിൽ നിന്നല്ലേ, അല്ലെ? ഈ ഭാര്യയല്ലേ ആ കുഞ്ഞിന്റെ ഉമ്മ. കുട്ടിനോട് ഭയങ്കര സ്നേഹം, റബ്ബേ എന്റെ കുട്ടിന്റെ ശേഷങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഭാര്യമാരുണ്ട്. നേരെ മറിച്ചുണ്ട്. കുട്ടികൾ ഭയങ്കര, ഭർത്താവിന് എന്തായാലും കുഴപ്പമില്ല, അങ്ങനെയല്ല. രണ്ടുപേരും ആ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം, പരസ്പരം ശുക്ർ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇയ്യാകുന്ന വകുഫറൽ മുനഅമീൻ. ഈ ഹദീസുകളൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുന്നത് ഒരു ഭർത്താവിന്റെ മാനസികമായ ആരോഗ്യനില അത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന വാക്കുകളും പ്രവൃത്തികളുമേ ഒരു ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാവൂ എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വരുന്നു, ഒരുപാട് കുട്ടികളെയും ചുമന്ന്. അത് ഒരു കുട്ടി എടുത്തിട്ടുണ്ട്, ഒരു കുട്ടിയെ ചുമന്ന് കൈപിടിച്ചു കൊണ്ടുവരുന്നുണ്ട്, വേറെയും കുട്ടികൾ ആ പെണ്ണിന്റെ കൂടെയുണ്ട്. ഇത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാമിലാത്തുൻ വാലിദാത്തുൻ മുർദിആത്തുൻ റഹീമാത്തുൻ ബിഔലാദിഹിന്ന. ഗർഭം ചുമന്ന് പ്രസവിച്ച് പാല് കൊടുത്ത് ഈ കുട്ടികളോട് റഹ്മത്ത് ചെയ്യുന്ന നല്ല പെണ്ണുങ്ങൾ. ലൗലാ മാ യഅതീന ഇലാ അസ്വാജിഹിന്ന ദഖല മുസല്ലിയാതുഹുന്നൽ ജന്ന. സ്വന്തം ഭർത്താക്കന്മാരോട് ചെയ്യുന്ന നന്ദികേടില്ലായിരുന്നെങ്കിൽ ഈ പെണ്ണുങ്ങളിൽ നിന്ന് നിസ്കാരം മര്യാദക്ക് കൊണ്ടു നടക്കുന്ന പെണ്ണുങ്ങൾ സ്വർഗത്തിൽ പോയേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കുട്ടികളൊക്കെ ഗർഭം ചുമന്ന് പ്രസവിച്ചില്ലേ, അവർക്ക് പാല് കൊടുത്തില്ലേ, അവരെ സ്നേഹിച്ച് വളർത്തുന്നില്ലേ, 5 വക്ത നിസ്കാരം നോമ്പിന്റെ കൂടെ വേണം, ആ ഒരു ഫർള് ചെയ്ത് ഭർത്താക്കന്മാർക്ക് അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇവർക്കൊക്കെ സ്വർഗം ഉറപ്പാണല്ലോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അപ്പോ പെണ്ണുങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കരുത്. ഭർത്താക്കന്മാരനുസരിക്കുന്നത് നിസ്കരിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ ആരെ അനുസരിക്കണം? അള്ളാഹ്. അതുപോലെ അള്ളാഹ് പറഞ്ഞ നിയമം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ നിയമമാണ് എന്നല്ലാതെ ആണുങ്ങൾക്ക് പാടെ കൂടിയിട്ട് ഒരു വചനപ്പുള്ള ഒരു നസീഹ പരിപാടി ഉണ്ടാക്കിയിട്ട് നമ്മളെ അഭിപ്രായം പാസാക്കുന്ന പാനൽ വായിക്കല്ല ഇത്. ഇതെന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെയും അള്ളാഹുവിന്റെയും തീരുമാനങ്ങളാണ്. അപ്പൊ അത് നോമ്പ് വെക്കണ അള്ളാഹ് പറഞ്ഞ് നോമ്പ് വെക്കുന്നില്ലേ? അള്ളാഹ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഭർത്താവിനനുസരിക്കുക. അള്ളാഹ് പറഞ്ഞാൽ അതിന്റെ ഒരു രക്ഷയില്ലല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോ സ്വർഗം കിട്ടാനുള്ള വഴിയാണ് മുഅ്മിനീങ്ങളെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നതിന്റെ അവസ്ഥയോ നമ്മൾ ചിലപ്പോഴെങ്കിലൊക്കെ പറയാറുണ്ട്, അങ്ങനെ പെണ്ണിനിപ്പോ വീട്ടുവേല ചെയ്യൽ നിർബന്ധമൊന്നുമില്ല, അവർക്ക് വേണമെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടോ? അല്ലെ കേട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. സത്യത്തിൽ അത് പെണ്ണുങ്ങളുടെ ബാധ്യതയാണെന്നാണ്. പെണ്ണുങ്ങളുടെ ബാധ്യതയാണ് തദ്ബീറുൽ മൻസിൽ. വീടൊക്കെ ശരിക്കും നല്ല നിലക്ക് കൊണ്ടു നടക്കുന്നത്, ഹൗസ് കീപ്പിംഗ്, ഇത് പെണ്ണുങ്ങളുടെ ബാധ്യതയാണ്, ഹക്കിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് മഹാനായ ഹുസൈൻ ഇബ്നു മുഹ്സിൻ തങ്ങളുടെ അമ്മായി വന്നു. അവര് വന്നപ്പോ എന്തോ ആവശ്യത്തിന് വന്നതാ. തങ്ങൾ ചോദിച്ചു, അതാ സുബഅനിൻ, ഭർത്താവുണ്ടോ, കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചു. ഇപ്പോ അമ്മായി പറഞ്ഞു, നഅം. മഹാനായ സ്വഹാബി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായി, നബിയുണ്ട്, ഭർത്താവുണ്ട്. കൈഫ അൻത ലഹു അൻതി ലഹു, നിങ്ങൾ എങ്ങനെയാ ഭർത്താവിനോട് പെരുമാറുന്നത്? മാ ആലൂഹു ഇല്ലാ മാ അജസ്തു, നബിയെ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം എന്റെ ഭർത്താവ് ഞാനത് ചെയ്തിരിക്കും, എന്നല്ലാതെ ഞാനത് ചെയ്യാതിരിക്കൂല. നബി തങ്ങൾ പറഞ്ഞു, ഫൻദുരി ഐന അൻതി മിൻഹു ഫഇന്നമാ ഹുവ ജന്നതുകി വനാറുകി. ഭയങ്കരമായ ഹദീസാണ്. അപ്പോ നിങ്ങളുടെ ഭർത്താവ് എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കുന്നുണ്ടല്ലേ, അതുകൊണ്ട് നോക്കണം നിങ്ങളുടെ ഭർത്താവിന്റെ കണ്ണിൽ നിങ്ങൾ എങ്ങനെയാണ് ഭർത്താവ് കാണുന്നത്? നിങ്ങളോട് ഇഷ്ടമുണ്ടോ അല്ല ഇഷ്ടക്കേടുണ്ടോ? ഫഇന്നമാ ഹുവ ജന്നതുകി വനാറുകി. ഭർത്താവ് നിങ്ങളുടെ സ്വർഗമാണ്, നിങ്ങളുടെ നരകമാണ് എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടാൻ ഈ ഭർത്താവ് മതി, നരകം കിട്ടാനും ഇത് മതി. ഭർത്താവിനോടൊന്നും ഒരിക്കലും എന്നെ ഒഴിവാക്കി തന്നാൽ ഞാൻ പോയിക്കോളാം എന്നൊന്നും ഒരിക്കലും മറന്നിട്ട് പോലും ഒരു പെണ്ണും പറഞ്ഞു പോകരുതേ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാണ്. എന്നെ ഒഴിവാക്കി തന്നാൽ പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നും. 2 കുട്ടികളൊക്കെ എല്ലാവരാ പറയണത്, നിന്നെ ഒഴിവാക്കി തന്നാൽ നിന്നെ കെട്ടാൻ വേറെ ആണ്, ആര് കെട്ടാൻ? വെറുതെ പറയുന്ന വീട്ടിലൊക്കെ പറയില്ലേ? ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇതേപോലെ 2-3 കല്യാണം കഴിഞ്ഞവരൊക്കെ ഉണ്ടാവുന്നല്ലാതെ, അല്ലാത്തവരൊക്കെ വൈകിട്ട് ഓടി പോകൂലേ? വെറുതെ പറയുന്നേ. അപ്പൊ എന്ത്, സ്വന്തം ഭർത്താവിന് നന്ദികേട് ചെയ്യുന്ന വാക്കുകൾ പറഞ്ഞു പോകരുത്, ഒഴിവാക്കണം, തൊലാഖ് ചൊല്ലണം എന്നൊക്കെ വെറുതെ പോലും ആണും പെണ്ണും പറയരുത്. തൊലാഖിനെ കുറിച്ച് ആ വാക്കേ ഉപയോഗിക്കരുത് കല്യാണം കഴിഞ്ഞാൽ. പിന്നെ ആ മറന്നേക്കണം.
അത് പിന്നെ ഇല്ല, നിങ്ങളുടെ ഡിക്ഷണറിയിൽ അങ്ങനെ ഒരു വാക്കേ ഇല്ല. എന്ത് സംഭവിച്ചാലും ഇതുപോലത്തെ വാക്ക് പ്രയോഗിക്കരുത്. അല്ലാഹു തആല നമുക്ക് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അങ്ങനെ വീട്ടുവേല ചെയ്യുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ നബി തങ്ങൾ ഒരിക്കലും പറഞ്ഞില്ലല്ലോ അല്ലേ. നബി തങ്ങളുടെ മരുമകനാണ് അലി റളിയല്ലാഹു തആല അൻഹു. നമ്മൾ ഒരുപാട് കേട്ടിരിക്കും, അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അലി റളിയല്ലാഹു തആല അൻഹുവും ഫാത്തിമ ബീവിയും രണ്ടുപേരും ബുദ്ധിമുട്ടായ ഒരു സമയമുണ്ട്. കയ്യിലൊക്കെ മുറിവൊക്കെ വന്നിട്ട് ഫാത്തിമ ബീവിക്ക് അരക്കാൻ പറ്റണില്ല. അലി റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള ഒരു കുടുംബത്തിന് വെള്ളം കോരി കൊടുക്കുന്ന ജോലി ഉണ്ടായിരുന്നു. ബാക്ക് പെയിൻ വന്നു, ഒരു നിലക്ക് രക്ഷല്ല. അപ്പോഴാണ് വേലക്കാരികളൊക്കെ ആയിട്ട് അടിമ സ്ത്രീകൾ കിട്ടിയിട്ടുണ്ട്. ഹുനൈനിൽ ഒരു അടിമപ്പെണ്ണിനെ കിട്ടുമെന്നൊക്കെ ചോദിച്ചു വന്നിട്ട് എന്താ നബി തങ്ങൾ കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങളുടെ മറുപടി എന്തായിരുന്നു നമുക്കറിയില്ലേ? ആ ദിക്ർ ചൊല്ലാൻ പറഞ്ഞില്ലേ? അതിന് മുമ്പ് തങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞാൽ 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹും 10 പ്രാവശ്യം അൽഹംദുലില്ലയും അതുപോലെ തന്നെ 10 പ്രാവശ്യം അല്ലാഹു അക്ബറും നിങ്ങൾ പ്രത്യേകമായിട്ട് ചൊല്ലണം. 33 വേറെ സുന്നത്തുണ്ട്. 33 ചൊല്ലാൻ സമയമില്ല, 10 ചൊല്ലിയിട്ട് പോണെന്നാ. പിന്നെ നിങ്ങൾ കടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എത്ര പ്രാവശ്യം? 34. അങ്ങനെ ചൊല്ലി നിങ്ങൾ കടന്നാ മതി മോളെ ഫാത്തിമ എന്ന് പഠിപ്പിച്ച വാപ്പയാണ് പരിശുദ്ധ റസൂലുള്ളാഹി. നബിക്ക് പറഞ്ഞൂടെ എന്റെ പൊന്നാര മോള് അവിടെ ജോലി ചെയ്ത് കയ്യിന് മുറിയോ, പോയ എന്റെ കുട്ടിക്ക് സുഖം ഉണ്ടാവും, എന്റെ മോള് ഇങ്ങോട്ട് പോരെ, നബിക്ക് വിളിച്ചൂടെ? അലി റളിയല്ലാഹു പറഞ്ഞേക്കൂലേ? പക്ഷെ പറഞ്ഞേച്ചു എന്തായാലും അർത്ഥം അറിയോ? വീട്ടുവേല ചെയ്യൽ ഒരു ഭാര്യയുടെ ബാധ്യതയാണ് എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് വാപ്പയായ റസൂലുള്ളാഹി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്കളെ വളർത്തിയ ഉമ്മയാണ്, വീട്ടുവേല ചെയ്ത ഉമ്മയാണ്. അതൊക്കെ നബി തങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പ്രേരിപ്പിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയായിരുന്നു മഹദി അസ്മാ റളിയല്ലാഹു തആല അൻഹ. അസ്മാ ബീവിയെ സുബൈർ എന്നവർ കല്യാണം കഴിച്ചു. അങ്ങനെ സുബൈർ എന്നവർക്ക് ഒരുപാട് തോട്ടുണ്ട്, കുതിരകളുണ്ട്, അതുപോലെ ഒട്ടകമുണ്ട്. അസ്മാ ബീവിയാണ് ആ ഒട്ടകങ്ങൾക്കുള്ള തീറ്റ ഉണ്ടാക്കുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ കാരക്കയുടെ കുരുണ്ടല്ലോ, കുരു അരക്കണം. എന്താ കാരക്കന്റെ ഉറപ്പ്? വെള്ളത്തിൽ 2 മാസം ഇട്ടാൽ പോലും അത് എന്ത് ചെയ്യില്ല. ആ കുരുയൊക്കെയാണ് അരക്കുന്നത്. അന്നത്തെ സംവിധാനം ആലോചിച്ച് നോക്കണം, എന്താണെന്ന് കുത്തി അരക്കുന്നത്. അങ്ങനെ അരച്ചിട്ട് വേണം കുതിരക്കും ഒട്ടകത്തിനൊക്കെ തീറ്റ ഉണ്ടാക്കുക. ഇതൊക്കെ ചെയ്ത് അസ്മാ ബീവിയാണ് റളിയല്ലാഹു തആല. സിദ്ദീഖ് എന്നവരുടെ മോള് അസ്മാ റളിയല്ലാഹു തആല. അങ്ങനെ ഒരിക്കൽ തലയില് ഈ ഒട്ടകത്തിന്റെ തീറ്റയും കൊണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. തങ്ങൾ കണ്ടപ്പോ ഇഹ് ഇഹ് എന്ന് പറഞ്ഞു. അസ്മാ ബീവി ഇങ്ങോട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഒട്ടകപ്പുറത്ത് ഇങ്ങനെ നടന്നു പോകണ്ടേ, ഈ റോഡ് മുഴുവൻ നടക്കണ്ടേ. അപ്പോ ഒരു 3/4 കിലോമീറ്റർ ഡെയിലി നടക്കണം. ഇത് ഈ ഒട്ടകത്തിന്റെ തീറ്റ കൊടുക്കാൻ പോവാൻ, അതിന്റെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോവാൻ 3/4 കിലോമീറ്റർ നടക്കണം. ആർക്ക്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൾ ആയിഷ ബീവിയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ, ഭർത്താവ് സുബൈർ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ നടക്കുന്ന നടത്തം കണ്ടപ്പോൾ ആ വഴിക്ക് നബി തങ്ങൾ വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങൾ ലിഫ്റ്റ് കൊടുക്കുകയാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഉമ്മത്തിയാണ് നബി തങ്ങൾക്ക്. അവിടുത്തെ ഉമ്മത്തികൾ മക്കളാണ്. തങ്ങൾ വിളിച്ചു, അസ്മാ എന്റെ ഒട്ടകപ്പുറത്ത് കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോ അസ്മാ ബീവിക്ക് ഒരു വല്ലാത്ത വിഷമം. കാരണം സുബൈർ എന്നവർ വല്ലാതെ ഈർഷ്യതയുള്ള ആളാണ്. ഗീറത്ത് അങ്ങനെയല്ലോ, തന്റെ പെണ്ണിനെ വേറെ ആൾ നോക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളുകൾ തന്റെ പെണ്ണിനെ, അത് മുസ്ലിമിന്റെ ലക്ഷണമാണെന്നാണ്. അങ്ങനെയാണ് വേണ്ടത്. മറ്റുള്ള ആളുകളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ എന്റെ പെണ്ണത് ചെയ്യരുത് എന്ന് ഇഷ്ടപ്പെടുന്ന, അങ്ങനെ വല്ലാത്ത ഒരു സ്നേഹം കലർന്ന ഒരു ഗീറത്തുള്ള ആൾ. അറബിയിലെ ഗീറത്തിന് മലയാളത്തിന് പരിഭാഷ അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് വല്ലാത്തൊരു അഭിമാനം കൊണ്ട് തോന്നുന്ന ഒരു തരം പൊസസീവ്നെസ്, ഒരു തരം ജലസി എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സ്വഭാവം അതങ്ങോട്ട് ഓർമ്മ വന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ കയറാൻ മടിച്ചു. അങ്ങനെ ഞങ്ങൾ നാണിച്ചു നിന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, അസ്മാ കുഴപ്പമില്ല, അത് നടന്നോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സുബൈർ തങ്ങളുടെ അടുത്ത് വന്ന് ഭർത്താവോട് പറഞ്ഞു, പിന്നെ ഞാൻ വരുമ്പോ നബിന്നെ എന്നോട് പറഞ്ഞു ഒട്ടകപ്പുറത്ത് കയറിക്കോ, അത് നടക്കണ്ട ഈ വെയിലത്ത്. പക്ഷെ എനിക്ക് ഇങ്ങളെ ആ ഒരു വീരത്തോടെ ഓർമ്മ വന്നപ്പോ, അസ്മാ ഈ മനുഷ്യന്മാരുടെ അടിയിലൂടെ ഈ കൊട്ടയും വെച്ച് നടന്നു വന്നതല്ലല്ലേ എനിക്ക് കുഴപ്പം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒപ്പം കയറാൻ എനിക്ക് കുഴപ്പമുണ്ടായത്, ഈ ആ കൊട്ടയിട്ട് വന്നതാണ് എനിക്ക് ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞു സുബൈർ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ അസ്മാ ബീവി അതൊക്കെ ചെയ്തവരാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഈ നമ്മൾ പറഞ്ഞില്ലേ മുമ്പൊക്കെ അങ്ങനെ ഉണ്ടാവും. ഉമ്മാരൊക്കെ വീട്ടിൽ കെട്ടിച്ചു വന്ന, ഇപ്പോഴൊന്നും പണ്ടൊക്കെ നമ്മൾ വൈക്കോൽ കച്ചൊക്കെ ഉള്ള വീട്ടിലാണ് കല്യാണം കഴിച്ചു കൊടുക്കുക. ഇപ്പൊ അത് പരിസരത്തുണ്ടെങ്കിൽ ആ വൈക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല. നേരെ മറിച്ച് കാലം പോയ പോക്കെ എന്തോ ഒരു മാറ്റം. മുമ്പൊക്കെ അങ്ങനെ നോക്കുക അല്ലെ, അവിടെ തീറ്റുണ്ട്, അവരുടെ കന്നുകാലികളുണ്ട്, പാല് കിട്ടുമല്ലോ.
കുടിക്കാനോ അൽഹംദുലില്ലാഹ് ഇന്നൊക്കെ ഈ പണി നിന്റെ കുട്ടിക്ക് എടുക്കാൻ പറ്റൂല എന്നും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഈ സമൂഹത്തിലെ ഏറ്റവും മഹദികളായ സ്വർഗത്തിലേക്ക് പോകുന്ന മഹദിയാണ് അസ്മാ റളിയല്ലാഹു തആല ദാത്തുൻ നിസാഖൈൻ. അവരൊക്കെ ചെയ്ത പണിയാണ്. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്. അങ്ങനെ ഒരു അവസരത്തിലേക്ക് നമ്മുടെ ഗൾഫൊക്കെ നിന്നിട്ട് നമ്മൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അതൊക്കെ വേണ്ടി വരും. അങ്ങനെയൊക്കെ ആർക്കറിഞ്ഞു എന്താ സംഭവിക്കാന്നൊക്കെ ഒന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ ബി പ്രിപ്പയർഡ്, നമ്മൾ അതിനൊക്കെ സന്നദ്ധരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ, ഖൈറിലാക്കി തരുമാറാകട്ടെ. പിന്നെ മക്കളെ വളർത്തുന്നതും നോക്കി വളർത്തുന്നതും പെണ്ണുങ്ങളുടെ ബാധ്യതയാണ്. വീട് നോക്കുന്ന വിഷയം പറഞ്ഞു. ഇനി മറ്റൊന്ന് മക്കളെ വളർത്തുക. നമ്മൾ അതിന് കൂലി കൊടുക്കേണ്ടി വരും എന്നൊക്കെ വെറുതെ ചർച്ച ചെയ്തിട്ട് വെറുതെ സിംപോസിയം ഉണ്ടാക്കേണ്ട, പിന്നെ പണിയാവും. സംഗതി അത് അവരുടെ ബാധ്യതയാണെന്നാണ്. മക്കളെ തർബീത്ത് ചെയ്യുന്നതേ പെണ്ണുങ്ങളുടെ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങൾ ആരും സ്വന്തത്തിനെതിരായിട്ട് ദുആ ചെയ്യരുത്. ചിലർ അങ്ങനെ അറബികളല്ലേ ആ കൾച്ചറൊക്കെ ഉള്ളത്. യാ വൈലി എന്നൊക്കെ പറയും, എന്റെ നാശമേ എന്നൊക്കെ പറയും. വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു ഇമെയിൽ വന്നിട്ടേ ഉണ്ടാവുള്ളൂ. കുറച്ച് അതിനൊക്കെ വലിയ വലിയ ശാപത്തിന്റെ വാക്ക്, എന്റെ നാശമേ എന്നൊക്കെ പറയും. അതൊന്നും പറഞ്ഞു പോകരുത്. നിങ്ങൾക്കെതിരായിട്ട് ദുആ ചെയ്യരുത്. വലാ തദ്ഉ അലാ ഔലാദികും, നിങ്ങളുടെ മക്കൾക്കെതിരായും ദുആ ചെയ്യരുതേ. മക്കൾക്കെതിരായിട്ട് ദുആ ചെയ്യരുത്. എത്ര കുരുത്തം മക്കളാണെങ്കിലും അവര് നന്നാവണം തന്നെ നമ്മൾ ആഗ്രഹിക്കേണ്ട. മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്. വലാ തദ്ഉ അലാ ഖദമികും, നിങ്ങളുടെ വേലക്കാർക്ക്, നിങ്ങളുടെ ജോലിക്കാർക്ക് എതിരായിട്ടും ദുആ ചെയ്യരുത്. ആരും സ്വന്തം വീട്ടിലെ ജോലി ചെയ്യുന്ന എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്തു എതിരായിട്ട് ദുആ ചെയ്തത്. ഇപ്പം ഒമാനിലെ വലിയൊരു ഷെയ്ഖ് ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീലി, അവിടുത്തെ സൽത്തനത്തിന്റെ അതിന്റെ ചെയറും അവിടുത്തെ സുൽത്താൻ കഴിഞ്ഞ വലിയ പവറുള്ള ആളുമാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് എന്ന് കേട്ടു, മസ്കത്തിലുണ്ടായിരുന്നു രാവിലെ. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു അത്ഭുതം, സ്വന്തം ഡ്രൈവർ, ഒരു ബംഗാളിയായ ഡ്രൈവർ അദ്ദേഹത്തിന്റെ വാഹനം എടുത്ത, മിനിസ്റ്ററുടെയും മുകളിൽ പവറുള്ള ആളാണ് ഈ അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയാം. ആ വാഹനം എടുത്തപ്പോ ഈ മുഫ്തിയുടെ കുട്ടി ബാക്കിലുണ്ടായിരുന്നു. ടയർ അറിഞ്ഞ കുട്ടി മരിച്ചു. ഇപ്പോഴേക്കും പോലീസ് വന്നു, കയ്യാമം വെച്ചു. കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ഷെയ്ഖ് പറഞ്ഞു, കൊണ്ടുപോകരുത്, അവനിൽ പറ്റിയ അബദ്ധമാണ്. എന്റെ കുട്ടിക്ക് അള്ളാഹു മരണം ഈ നേരം ഖളാ ചെയ്തു, അവന് കാരണം അവനെ കൊണ്ടുപോകണ്ട, വിട്ടേക്കെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ വിശാല മനസ്കതയുള്ള മനുഷ്യന്മാർ. ലാ തദ്ഉ അലാ ഖദമികും, നമ്മളൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ചെയ്തേക്കും, എന്തൊക്കെ ചീത്ത പറഞ്ഞേക്കും. നിങ്ങളുടെ വേലക്കാർക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ശാപത്തിന്റെ വാക്ക് ഉപയോഗിക്കരുത്, മോശപ്പെട്ട പ്രാർത്ഥന ചെയ്യരുത്, അവർക്കെതിരെ ദുആ ചെയ്യരുത്, മക്കൾക്കെതിരെയും ദുആ ചെയ്യരുത്. വലാ തദ്ഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരായിട്ടും ദുആ ചെയ്യരുത്. ഈ എപ്പോ സ്റ്റാർട്ടാക്കിയ ഓഫാണ് ഈ കുരുത്തം കെട്ട കാറ്, അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങളുടെ സമ്പത്തിനെതിരായിട്ട് എപ്പോഴായാലും ഇങ്ങനെ ഉണ്ടാവും. ഈ എത്ര കിക്കറടിച്ചാലും സ്റ്റാർട്ടാവാത്ത ബൈക്ക് ഉണ്ടാവും ചിലപ്പോ. ഒരു കാര്യമായൊരു വഴിക്ക് ഇറങ്ങണ സമയത്ത് അപ്പൊ നമ്മളതിന് എതിരായിട്ട് പറയും. അങ്ങനെയൊന്നും പറയരുത്. ഏത് സംഗതി നമ്മൾ ഉപയോഗിക്കുന്ന നിസ്സാര സാധനം, ചില മൊബൈൽ ഉണ്ടാവും, അങ്ങനെ ഓണാക്കി അങ്ങനെ സ്റ്റില്ലായി നോക്കും, അങ്ങോട്ട് പോകില്ല, അങ്ങോട്ട് വരില്ല. അതിനെതിരായൊന്നും അല്ല, അതൊക്കെ സമ്പത്താണല്ലോ, അതിനെതിരൊന്നും ദുആ ചെയ്യണ്ട. ദുആ ഒക്കെ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതിനെതിരെ ഒന്നും ദുആ ചെയ്യല്ലേ. ولا توافقوا من الله ساعة يسأل فيها عطاء فيستجاب لكم, നിങ്ങൾ ചിലപ്പോൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചില സമയം ചോദിച്ചതിന് അല്ലാഹു ഉത്തരം തന്നേക്കും. അതുകൊണ്ട് നിങ്ങൾ മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്, നിങ്ങളുടെ സമ്പത്തിനെതിരെ, നിങ്ങളുടെ വേലക്കാർക്കെതിരെ, നിങ്ങളുടെ ശരീരത്തിനെതിരായിട്ടും നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഒരു ഉമ്മയും മക്കളോട് ദേഷ്യപ്പെട്ട് വർത്തമാനം പറയരുത്. പ്രത്യേകിച്ച് ഭർത്താവിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് ഗൾഫുകാരായ ഭർത്താവിന്റെ മുമ്പിൽ. ഒരു മാസത്തെ ലീവിന് അങ്ങ് ചെല്ലുകയാണ്, പെണ്ണത് ഡെയിലി കാണുന്ന കുട്ടിയാണ്, പക്ഷെ ഭർത്താവിന് ആ ഒരു ആദ്യത്തെ ആകെ 2-3 ആഴ്ചയല്ലേ ഉള്ളൂ, അത് വല്ലാത്ത സ്നേഹം തോന്നും. അതുകൊണ്ട് ആ കുട്ടിയെ ചെറിയൊരു വിഷയത്തിന് ഉമ്മ അടിച്ചു കഴിഞ്ഞാൽ, ഭാര്യ അടിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത ദേഷ്യം തോന്നും നമുക്ക്. കുട്ടിയോട് വല്ലാതെ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ ഭർത്താവിന് ഭാര്യയോട് ദേഷ്യം വരും. അത് പിന്നെ പിണക്കത്തിലേക്ക് മാറും. ആകെ 3 ആഴ്ചത്തെ ലീവുള്ള, 2 ആഴ്ച പിണങ്ങിയ പിന്നെ എന്താണുള്ളത്? സുബ്ഹാനല്ലാഹ്. ഈ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം എന്താ ഉണ്ടായത്? ഈ കുട്ടിയോട് ദേഷ്യപ്പെട്ടത്. അത് ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ഒരിക്കലും ഒരു പെണ്ണ് മക്കളെ അനാവശ്യമായി അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്, ചീത്ത പറയരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത്. നമ്മൾ പെണ്ണുകൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ അല്ലേ?
നാട്ടിൽ പോണ ആ സമയത്ത് നമ്മളിപ്പോ അങ്ങനെ ഭയങ്കര സ്നേഹമൊക്കെ തോന്നും കുട്ടികളോട്. ഇപ്പൊ എന്റെ കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ നല്ല നിലക്ക് വളർത്തിയാനെ. നമ്മള് ലീവ് കഴിഞ്ഞ് അല്ലെങ്കിൽ വിസ തീർന്നിട്ട് നാട്ടിൽ നിന്ന് നോക്കണ്ടേ, ഈ അടിയൊക്കെ നമ്മളും അടിക്കും. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഒരു ഫെമിലിയാരിറ്റി ബീറ്റ്സ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഇതൊക്കെ പോകും, സെന്റിമെന്റ്സ് ഒക്കെ പോകും. ആ ചെന്ന റബ്ബേ ഒരു മാസമല്ലേ ഉള്ളൂ ഉടച്ചവനൊക്കെ പറഞ്ഞ് നമ്മൾ കരഞ്ഞ് വളരെ അടങ്ങാറായിട്ടാണ് പോരുന്നത്. അപ്പൊ ആ ഒരു നിലക്ക് ഭാര്യ മനസ്സിലാക്കണം, ഭർത്താവിന് മിസ് ചെയ്യുന്നല്ലേ കുട്ടികൾ, ഒരു മാസമല്ലേ ഉള്ളൂ ആയിക്കോട്ടെ എന്ന രീതിയിൽ. അപ്പോ അങ്ങനെ മക്കൾക്ക് എതിരെ ദുആ ചെയ്യരുത്, മക്കളോട് ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അരുത് എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞ വിഷയം, ദീൻ സൂക്ഷിക്കാൻ ഭാര്യ ഭർത്താവിനെ സഹായിക്കണം. നിസ്കരിക്കാത്ത ഭർത്താക്കന്മാരെ നിസ്കരിപ്പിക്കേണ്ടത് ഭാര്യമാരാണ്. നേരെ മറിച്ചാണ് ഇപ്പൊ, പെണ്ണിന് നിസ്കാരമല്ല, ഭർത്താവിന് നിസ്കാരമുണ്ട്. അങ്ങനത്തെ എത്ര കേസ് ഉണ്ട് അല്ലേ? നിസ്കരിക്കാൻ പറഞ്ഞാൽ ഓളേറ്റ് തെറ്റി, ഞങ്ങൾ ആകെ തെറ്റിന് ഏർപ്പാട്. അതുകൊണ്ട് നിസ്കരിച്ചു ചോദിച്ചാൽ നിസ്കരിച്ചിട്ടില്ല, നിസ്കാരത്തിൽ ഭയങ്കര ബാക്കിലാണ്. ഞാൻ നിസ്കാരത്തിന്റെ ഫളീല പറഞ്ഞ അപ്പൊ ഫോൺ കട്ടാക്കും തുടങ്ങിയ വേദമൊന്നും പറഞ്ഞിട്ട് അങ്ങനെ എത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. നേരെ മറിച്ചാ വേണ്ടത്, ഭാര്യയാണ് ഭർത്താവിനെ നിസ്കരിപ്പിക്കേണ്ടത്. ഭർത്താവ് ഒരുപക്ഷെ ക്ഷീണിച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഭാരം കൊണ്ടോ ചിന്ത കൊണ്ടോ ബുദ്ധിമുട്ടിലോ, നമ്മളെ ആണുങ്ങളെ പോലെയുള്ള ഒരു ഈ കഷ്ടപ്പാട്, മാനസികമായ കഷ്ടപ്പാട് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ എന്തായാലും വീടിന്റെ ഉള്ളിലല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്കിപ്പോ നാളെ ജോലിക്ക് പോകണം. ഇപ്പൊ തന്നെ ഓർമ്മയുണ്ടാവും മാനേജർ മുഖം, സൂപ്പർവൈസർ മുഖം, അല്ലെ? പടച്ചോനെ, ഇതൊക്കെ തലയിൽ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്നത്. അപ്പൊ ചിലപ്പോ ഒരു കൂർക്കം വലിച്ചിട്ട് വല്ലാത്തൊരു ഉറക്കുറങ്ങി പോയി എന്ന് വരും. ഒന്ന് എഴുന്നേൽപ്പിച്ചത് സമയമായിട്ടുണ്ട്, 2 റക്അത്ത് നിസ്കരിക്കുകയും പാൻ കൊടുക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് എഴുന്നേൽപ്പിക്കാൻ നമ്മുടെ കൂടെ നമ്മുടെ സഹധർമ്മിണി ഉണ്ടെങ്കിൽ ഭാര്യ എന്തൊരു വലിയ സൗഭാഗ്യമാണ് അവർക്കത് ചെയ്യാൻ പറ്റിയ. ദീനിലേക്ക് സഹായിക്കണം എന്നാണ് ഭാര്യമാർ. അങ്ങനെയാണ് ദീനിനെ സഹായിക്കണം ഭാര്യമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു നിസായിക്കും അൽ വദൂദ് അൽ വലൂദ്. നിങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ നല്ല സ്നേഹമുള്ളവരും നന്നായി പ്രസവിക്കുന്നവരുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നന്നായി പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കിതാബില് ഒരു വിഷയം ഇങ്ങനെ പഠിച്ചു നോക്കുമ്പോ അവിടെ കണ്ടു. എന്താണ് വിഷയം എനിക്ക് ഓർമ്മ വന്നില്ല. അല്ലാഹു തആല കസറത്തുൽ ഇയാൽ കൊടുക്കാതെ അവരെ രക്ഷപ്പെടുത്തുന്നതാണ് അതിന്റെ ഫലം കണ്ടത്. അതായത് ഈ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മക്കളുണ്ടാവുക എന്ന പ്രയാസം അല്ലാഹു കൊടുക്കൂല. അതുപോലെ ചിലർക്ക് ഒരുപാട് മക്കളുണ്ടാവുന്നത് ഭാരമായിരിക്കും, അവരെ നോക്കി വളർത്താൻ കഴിയില്ല. അത് ഭാരമായി വരുന്നവരുണ്ട്. മക്കളെ തർബിയത്ത് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, സമ്പത്തുണ്ട്, മക്കളെ തർബിയത്ത് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും, ആയിക്കോട്ടെ. ഒരുപാട് മക്കൾ ഉണ്ടാവുന്നത് ഹൈറാണെന്ന് വിചാരിച്ച് നമ്മൾ മക്കളുടെ തർബിയത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന, അവരെ തീരെ ഇഗ്നോർ ചെയ്ത് വിടുന്ന രീതിയിൽ കുറെ മക്കൾ ഉണ്ടായിട്ടും കാര്യമില്ല. നബി തങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാണ് ഉണ്ടാവേണ്ടത്. നബി തങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാണ് ഉണ്ടാകുക. അതിന്റെ അർത്ഥം എന്താ, അവരെ നോക്കി വളർത്തി അവർക്ക് അച്ചടക്കം പഠിപ്പിക്കാനൊക്കെ പറ്റുമെങ്കിൽ എത്രയും മക്കളായിക്കോട്ടെ, കുഴപ്പമില്ല. അല്ലാത്തവർ എന്ത് ചെയ്തത് ആ വിഷയത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതാ പറഞ്ഞതിനർത്ഥം. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായില്ല? പറയില്ല അള്ളാഹു തന്നെ തന്നോട്ടെ പോന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ചില മാനങ്ങളുണ്ട്. അത് അങ്ങനെ പച്ചയിലൂടെ പറഞ്ഞ് അങ്ങനെ അങ്ങ് മനസ്സിലാക്കേണ്ട വിഷയവുമല്ല. മക്കളെ തർബിയത്ത് ചെയ്ത് അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളായ മക്കളായി വളരാൻ തങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ അള്ളാഹു തആല ഒരുപാട് മക്കളെ കൊടുത്ത് പരീക്ഷിക്കില്ല. അങ്ങനത്തെ ഒരു പരീക്ഷണം അള്ളാഹു ഇത്തരക്കാർക്ക് നൽകുകയില്ല എന്നാണ് കണ്ടതിന്റെ അർത്ഥം. അതായത് അങ്ങനെ ഒരുപാട് മക്കൾ ഉണ്ടാകുന്ന ചില സമയത്ത് പരീക്ഷണമാണ് എന്ന് ശറഅ് കണക്കാക്കുന്നുണ്ട്. അപ്പോ അൽ വദൂദ് സ്നേഹമുള്ള നന്നായി പ്രസവിക്കുന്ന പെണ്ണ് തന്നെ ഖൈറാൻ. അൽ മുവാസിയത്തുൽ മുവാസിയ, വളരെ ആശ്വാസം നൽകുന്ന പെണ്ണുങ്ങൾ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഇതൊരു ഫിലോസഫി പറഞ്ഞു പോണ പോലെ പറഞ്ഞിട്ട് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഓരത്തിലായി വരണ്ടേ അല്ലേ? അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിന് നമ്മൾ പഠിച്ച ദുആയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന. അത് മറക്കാതെ തോന്നുന്നു, മരിക്കോളം തോന്നുന്നു, അവസാനത്തെ ആ വെള്ളം കിട്ടണ വരെ തോന്നുന്നോളി ഇൻഷാ അല്ലാഹ്. കാരണം അതുവരെ ആ ഖുർറത്തുൽ ഐന് ആയില്ലെങ്കിൽ വല്ലാത്ത അപകടമായിരിക്കും. അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം തരുന്ന സ്നേഹമുള്ള പ്രസവിക്കുന്ന ആ പെണ്ണുങ്ങൾ ഏറ്റവും ഖൈറായ പെണ്ണുങ്ങളാണ്. വശർറു നിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും മോശപ്പെട്ടവർ അൽ മുതബർരിജാതു, എപ്പോഴും പുറത്തിറങ്ങി നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ആണുങ്ങൾക്കിടയിലൂടെ മിങ്കിളായി നടക്കുന്നവർ. അൽ മുതഖയ്യിലാതു,
ഖുയല, ഞങ്ങൾക്ക് ഇപ്പോ ഞാൻ തരക്കേടില്ലല്ലോ എന്ന രീതിയിൽ ജീവിക്കുന്നവൾ. ഹുന്നൽ മുനാഫിഖാത്ത്, അവർ മുനാഫിഖത്തുകളാണ്. ലാ യദ്ഖുലുൽ ജന്നത മിൻഹുന്ന ഇല്ലാ മിസ്ലുൽ ഖുറാബിൽ അസ്വമി, അവരിൽ കാക്കയിൽ വെള്ള നിറമുള്ള കാക്ക കടക്കുന്ന പോലെയല്ലാതെ സ്വർഗത്തിൽ അവർ കടക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളക്കാക്കണ്ടോ? അങ്ങനത്തെ വെള്ളക്കാക്കളൊന്നും കിട്ടാനില്ലല്ലോ. വളരെ അത്യപൂർവങ്ങളിൽ അത്യപൂർവം എന്ന് പറയുന്ന ഖുറാബുൽ അസ്വം, അതൊക്കെ ഉള്ള പോലെ അല്ലാതെ അവരിൽ ആരും സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങളാവണം. അതിൽ ഏറ്റവും ആവശ്യം ഏതെങ്കിലും ഒരു പെണ്ണ് ശരിക്കും മനസ്സിലാക്കേണ്ട ഹദീസാണ്. സ്വന്തം വീട്ടിലല്ലാതെ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലല്ലാതെ ഒരു പെണ്ണ് അവളുടെ വസ്ത്രം അഴിച്ചു വെച്ചാൽ, ഭർത്താവ് കൂടെ ഉണ്ട് കുഴപ്പമില്ല, ഭർത്താവില്ലാത്ത സ്വന്തം വീട്ടിലോ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലോ അല്ലാതെ അവൾ അവളുടെ വസ്ത്രം അഴിച്ചു വെച്ചാൽ അവളും അല്ലാഹുവും തമ്മിലുള്ള മറ അവൾ പൊളിച്ചു കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി. ഒരു പെണ്ണ് ഒരു സ്പായിലേക്ക് പോകുന്നത്, ഒരു ബ്യൂട്ടി ആൻഡ് സ്പാ, മസാജ് ചെയ്യാൻ പോകും ഒരു പെണ്ണ്, ഒറ്റക്ക് പോയി എന്ന് വിചാരിക്കും. ഉദാഹരണം പറയാം, ദുബൈയിലൊക്കെ ജീവിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ, ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു സ്പാ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എവിടെയോ ഒരു ഹോട്ടലിൽ എവിടെയോ കിടന്നു കൊടുത്തിട്ടാണ് നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരൻ, ദീനിന് ചുറ്റുപാടുകളിലും വളർന്നു വന്ന ചെറുപ്പക്കാരൻ 3 പ്രാവശ്യം വ്യഭിചരിച്ചു എന്നാണ് പറഞ്ഞത്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പിശാച്ചാണ് കൊണ്ടുപോകുന്നത്. ഉഴിച്ചിലെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ടേ മനുഷ്യന്മാരെന്ത് ചെയ്യുക? ഫിത്നയിലാക്കുക, ഫസാദിലാക്കുക, ദീന നഷ്ടപ്പെടുത്തുക, ഈമാൻ ഊരിക്കളയാ. എന്താ അങ്ങനെ ഈമാൻ പോയിട്ട് കുറെ മേനും കൈയൊക്കെ ഉഷാറായിട്ട് ഫ്ലക്സ് ആയിട്ട് എന്താ കാര്യം? ഈമാൻ നഷ്ടപ്പെട്ടിട്ട്. ഏതെങ്കിലും ഒരു പെണ്ണ് ചെന്നാൽ അവളും അല്ലാഹുവും തമ്മിലുള്ള മറ അവൾ പൊളിച്ചു കഴിഞ്ഞു. ഒരു പെണ്ണ് അങ്ങനെ ഇത് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുന്നത് പബ്ലിക് ബാത്റൂമുകൾ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നത് കുളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളായിട്ട് ഒരു പെണ്ണ് അവളുടെ അത്യാവശ്യമായ ഒരു അവസ്ഥയിലല്ലാതെ, ഉദാഹരണം പറയാം, നമ്മള് വലിയ വലിയ നഗരങ്ങളിൽ ബോംബെയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബസ് ഇറങ്ങിയാൽ ഒരു 10-20 റുപ്യ കൊടുത്താൽ ഒരു കുളിക്കാനുള്ള സൗകര്യം, ചെറിയ സോപ്പും ഒരു മെഡിമിക്സിന്റെ ചെറിയ സോപ്പും അല്ലേ, ഒരു ബക്കറ്റ് വെള്ളം കിട്ടും, കുറച്ച് ചൂടുള്ള 2 പാട്ടം ചൂടുവെള്ളം കിട്ടി ഒന്ന് കുളിക്കാം. ഒരു പെണ്ണ് അത് കുളിക്കാൻ പറ്റുമോ? ഒരു പുറത്തുള്ള സ്ഥലത്ത് പറ്റും. എപ്പോ അവൾക്ക് കുളി നിർബന്ധമായിരുന്ന അവസ്ഥയിലാണ്, അവൾക്ക് നിസ്കരിക്കണം, കുളിക്കാൻ